ഒരു മനുഷ്യൻ മറ്റൊരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് മനോഹരമാണ്. പക്ഷേ ആ സ്നേഹം അതിരുകൾ കടന്ന് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെയും ജീവിതത്തെയും വിഴുങ്ങുന്ന ഒരു ഭ്രാന്തായി മാറിയാലോ? ആ ചോദ്യം ഭയാനകമായി അവതരിപ്പിക്കുന്ന ചിത്രമാണ് ഒബ്സെഷൻ. കഥ തുടങ്ങുന്നത് ബിയർ എന്ന യുവാവിലൂടെയാണ്. അവന്റെ മുന്നിൽ നിൽക്കുന്നത് നിക്കി. വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന പ്രണയം ഒടുവിൽ തുറന്നു പറയാൻ ബിയർ തീരുമാനിച്ചിരിക്കുകയാണ്. അവൻ പതിയെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നു, എപ്പോഴും എൻ്റെ മനസ്സിൽ നിറയുന്നത് നീയാണ്. ഏത് പാട്ട് കേട്ടാലും ആദ്യം ഓർമ്മ വരുന്നത് നിന്റെ മുഖമാണ്. എൻ്റെ മുത്തശ്ശി മരിച്ച ശേഷം ഞാൻ ഈ നഗരത്തിൽ തനിച്ചായപ്പോൾ എനിക്ക് കൂടെ ഉണ്ടായിരുന്നത് നീ മാത്രമായിരുന്നു. എൻ്റെ സന്തോഷവും സങ്കടവും ചോദിച്ച് എൻ്റെ ജീവനോടെ നിർത്തിയത് നീയാണ്. അതുകൊണ്ട് ഇനി മറച്ചു വെക്കാൻ എനിക്ക് കഴിയില്ല. നിക്കി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് യു. ഇത്രയും ഹൃദയത്തിനുള്ള വാക്കുകൾ കേട്ടിട്ടും നിക്കിയുടെ മുഖത്ത് ചിരി വിരിയുന്നു. ചിരിക്കാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ചിരി അടക്കാൻ അവൾക്കാവുന്നില്ല. അപ്പോഴാണ് അറിയുന്നത് ഇതൊരു യഥാർത്ഥ പ്രപ്പോസൽ ആയിരുന്നില്ല. ബിയറിന്റെ അടുത്ത സുഹൃത്തായാലും അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവർ ജോലി ചെയ്യുന്ന കടയിലെ ഒരു സപ്ലയർ ലേഡിയുടെ മുന്നിൽ വെച്ച് നിക്കിയോട് പ്രണയം തുറന്നു പറയാൻ ബിയർ പരിശീലനം നടത്തിയതായിരുന്നു. ബിയറിന്റെ ഡയലോഗ് കേട്ട ഉടൻ അലൻ പൊട്ടിച്ചിരിച്ചു. എടാ, ഇതെന്താ സിനിമയിലെ പഴയകാല ഡയലോഗുകളോ? ഇതൊക്കെ കേട്ടാൽ ഇന്നത്തെ പെൺകുട്ടികൾ പ്രണയിക്കില്ല, നേരെ ഓടിപ്പോകും. നാണം കൊണ്ട് ബിയർ തലകുനിച്ചു. കാരണം നിക്കിയെ കാണുമ്പോഴെല്ലാം അവന്റെ ധൈര്യം മുഴുവൻ ചോർന്നു പോകും. അവളോട് സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരാളായിരുന്നു ബിയർ. അപ്പോഴാണ് അലൻ ഒരു ഐഡിയ പറയുന്നത്. പണ്ടെല്ലാവരും അവളെ ഫ്രീക്കി നിൽക്കുന്ന കളിയാക്കി വിളിക്കുമായിരുന്നില്ലേ? ആ പേരൊന്ന് വിളിച്ചാൽ മതി. അവൾ ദേഷ്യപ്പെട്ട് നിന്റെ അടുത്തേക്ക് വരും. അപ്പോൾ കിട്ടുന്ന അവസരത്തിൽ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ മതി. പക്ഷെ ബിയർ ഉടൻ തന്നെ നിരസിച്ചു. വേണ്ട, ആ പേര് അവൾക്ക് തീരെ ഇഷ്ടമല്ല. ഞാൻ അവളെ വിഷമിപ്പിക്കില്ല. സുഹൃത്തിന്റെ ഈ ആത്മാർത്ഥത കണ്ട അലൻ വീണ്ടും മറ്റൊരു വഴി പറഞ്ഞു. ഇന്ന് രാത്രി എല്ലാവരും പാർട്ടിക്ക് പോകുന്നുണ്ട്. അവിടെയെങ്കിലും ഒരവസരം കിട്ടും. എന്തു വന്നാലും ഇന്ന് തന്നെ നീ അവളോട് കാര്യം തുറന്നു പറയണം. ബിയർ ചെറുതായി തലകുലുക്കി. എന്നാൽ ഉള്ളിൽ ഇപ്പോഴും ഭയമായിരുന്നു. അന്ന് വൈകുന്നേരം അവൻ വീട്ടിലെത്തിയപ്പോൾ അവനെ കാത്തിരുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘാതങ്ങളിലൊന്നായിരുന്നു. അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട പൂച്ച നിലത്ത് ജീവനില്ലാതെ കിടക്കുകയായിരുന്നു. അറിയാതെ ഉറക്കുകുടികൾ കഴിച്ചതിനാൽ അത് മരിച്ചിരുന്നു. ആ കാഴ്ച ബിയറിനെ തകർത്ത് കളഞ്ഞു. പൂച്ചയെ കൈകളിലെടുത്ത് നെഞ്ചോട് ചേർത്ത് കുറേ നേരം അവൻ കരഞ്ഞു. കാരണം ആ വീട്ടിൽ അവൻ സ്വന്തമെന്ന് പറയാനുണ്ടായിരുന്നത് ആ ചെറിയ ജീവനായിരുന്നു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അതിനെ പുറത്തു കൊണ്ടുപോയി അടക്കം ചെയ്തു. ആ ദുഃഖത്തിൽ മുങ്ങി നിൽക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത്. വിളിക്കുന്നത് നിക്കിയായിരുന്നു. ബിയർ, പാർട്ടിക്ക് വരാത്ത എന്താ? വേദന മറച്ചുവെച്ച് ബിയർ പറഞ്ഞു, എനിക്ക് വരാൻ പറ്റില്ല, മനസ്സിന് കുറച്ച് വിഷമമുണ്ട്. പക്ഷെ നിക്കി അതൊന്നും സമ്മതിച്ചില്ല. ഇല്ല, നീ വന്നേ പറ്റൂ. ഇന്നൊരു ഗെയിം കളിക്കാനുണ്ട്. നീ ഇല്ലെങ്കിൽ ഞങ്ങൾ ജയിക്കില്ല. ബിയർ വീണ്ടും നിരസിക്കാൻ ശ്രമിച്ചു. അതേസമയം ഫോണിന്റെ മറുവശത്ത് നിന്ന് നിക്കി പെട്ടെന്ന് നിലവിളിച്ചു. അയ്യോ! ഭയന്ന് ബിയർ ചോദിച്ചു, എന്ത് പറ്റി? ചെറിയ ആശ്വാസത്തോടെ നിക്കി പറഞ്ഞു, ഒന്നുമില്ല, എൻ്റെ നെക്ലേസ് കാണുന്നില്ല. അത് പറഞ്ഞ് അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. ഫോൺ വെച്ച ശേഷം ബിയർ കുറച്ചു നേരം ആലോചിച്ചു. പാർട്ടിക്ക് പോകാം, അതോടൊപ്പം നിക്കിക്ക് നല്ലൊരു നെക്ലേസ് വാങ്ങിക്കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ അവനൊരു വിചിത്രമായ പഴയ കടയിലേക്ക് പോയി. അപ്പോൾ അവൻ സ്വപ്നത്തിൽ പോലും അറിഞ്ഞിരുന്നില്ല ആ കട അവൻ്റെ ജീവിതം മാത്രമല്ല, നിക്കിയുടെ ജീവിതവും എന്നേക്കുമായി മാറ്റിമറിക്കാൻ പോകുന്ന സ്ഥലമാണെന്ന്. വിചിത്രമായ പുരാവസ്തുക്കളും അപൂർവമായ ശേഖരങ്ങളും നിറഞ്ഞ ആ കടയിലേക്ക് ബിയർ പതിയെ നടന്നു കയറി. സാധാരണ ഗിഫ്റ്റ് ഷോപ്പ് പോലെ തോന്നുമെങ്കിലും അവിടെയുള്ള ഓരോ വസ്തുവിന് പിന്നിൽ ഓരോ കഥകളുണ്ടെന്ന് തോന്നൽ. നിക്കിക്ക് നഷ്ടമായ നെക്ലേസിന് സമാനമായ ഒന്ന് വാങ്ങാനായിരുന്നു ബിയർ ആദ്യം തീരുമാനിച്ചത്. കുറച്ചു നേരത്തെ തിരച്ചിലിന് ശേഷം അതേ രൂപത്തിലുള്ള കല്ലുകൾ പതിച്ച നിരവധി നെക്ലേസുകൾ അവൻ കണ്ടു. അവയിലൊന്ന് എടുക്കാൻ ശ്രമിച്ചപ്പോൾ കടയിലെ സെയിൽസ് ഗേൾ അവനെ തടഞ്ഞു. സാർ, ഇതൊരു സാധാരണ നെക്ലേസ് അല്ല. ഓരോ കല്ലിനും ഓരോ ശക്തിയുണ്ട്. ഇത് ധരിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ അസാധാരണമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അവൾ വളരെ ഗൗരവത്തോടെയായിരുന്നു ഇത് പറഞ്ഞത്. പക്ഷെ ബിയർ അതെല്ലാം കേട്ട് ചെറുതായി ഒന്ന് ചിരിച്ചു. അവന് വേണ്ടത് ഒരു സാധാരണ സമ്മാനം മാത്രമായിരുന്നു. അതുകൊണ്ട് അവൻ നെക്ലേസ് മാറ്റിവെച്ച് മറ്റെന്തെങ്കിലും നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു ചെറിയ മരപ്പെട്ടി അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ വലിയ അക്ഷരങ്ങളിൽ എഴുതിയിരുന്നു, വൺ വിഷ് വില്ലോ. ആ പേര് തന്നെ അവനിൽ കൗതുകമുണർത്തി. ഇതെന്താണ്? അവൻ ചോദിച്ചു. സെയിൽസ് ഗേൾ പതിയെ ആ പെട്ടി കയ്യിലെടുത്തു. ഇതിനുള്ളിലെ ചെറിയൊരു മരക്കം പൊടിക്കുന്ന സമയത്ത് മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം ചിന്തിക്കണം. ആ ആഗ്രഹം ഒരിക്കൽ മാത്രം സഫലമാകുമെന്നാണ് വിശ്വാസം. ബിയർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നത്തെ കാലത്തും ഇതൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ടോ? പക്ഷെ സെയിൽസ് ഗേൾ ചിരിച്ചില്ല. അവൾ ഗൗരവത്തോടെ ഒരു മുന്നറിയിപ്പ് നൽകി. സാർ, ഇത് വാങ്ങുന്നതിൽ പ്രശ്നമില്ല, പക്ഷെ പിന്നീട് പരാതിയുമായി വരരുത്. ഇതിന്റെ ഫലം എന്തായാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്കായിരിക്കും. ആ മുന്നറിയിപ്പിന് അന്ന് ബിയർ വലിയ വില നൽകിയില്ല. ഇതെനിക്കല്ല, എൻ്റെ ഗേൾഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനാണ്. അതും പറഞ്ഞ് അവൻ ആ പെട്ടി വാങ്ങി കടയിൽ നിന്നും പോയി. അല്പസമയത്തിനകം അവൻ പാർട്ടി നടക്കുന്ന സ്ഥലത്തെത്തി. അവിടെ എല്ലാവരും സംഗീതത്തിനൊപ്പം ആഘോഷത്തിന് ആവേശത്തിലായിരുന്നു. പക്ഷേ ബിയറിന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രം, ഇന്ന് എന്ത് വന്നാലും എൻ്റെ പ്രണയം തുറന്നു പറയണം. അവൻ ധൈര്യം സമ്പാദിച്ച് നിക്കിയുടെ അടുത്തേക്ക് നടന്നു. അപ്പോഴേക്കും നിക്കി ഡ്രിങ്ക്സ് വാങ്ങാൻ കൗണ്ടറിലേക്ക് പോവുകയായിരുന്നു. വാ, നമുക്ക് ഒരുമിച്ച് പോകാം. അത് കേട്ടപ്പോൾ ബിയറിന്റെ ഹൃദയം കൂടുതൽ വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ഇതാണ് തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരമെന്ന് അവൻ കരുതി. രണ്ടുപേരും ഒരുമിച്ച് കൗണ്ടറിന് മുന്നിൽ നിന്നു. ഓർഡർ നൽകിയ ശേഷം ബിയർ ധൈര്യം സംഭരിച്ച് സംസാരിച്ചു തുടങ്ങി. നിക്കി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അവൻ വാക്കുകൾ തുടരും മുമ്പേ, സർ, കാർഡാണോ ക്യാഷാണോ? വേറൊരു ചോദ്യം. ആ മനോഹര നിമിഷം ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടമായി. ബില്ലടച്ച് അവർ വീണ്ടും തിരിഞ്ഞു. ബിയർ വീണ്ടും ശ്രമിച്ചു. നിക്കി, ഞാൻ പറയാൻ വന്നത്. അപ്പോഴാണ് പിന്നിൽ നിന്ന് അലന്റെ ശബ്ദം. എടാ, ഒരു കാര്യം അറിയാവോ? വീണ്ടും അവസരം നഷ്ടമായി. ബിയറിന് ദേഷ്യം വന്നെങ്കിലും ഒന്നും പറയാനില്ല. അലൻ തന്റെ കഥ പറഞ്ഞുകൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞ് അലൻ പോയതോടെ നിക്കി ബിയറിനെ നോക്കി ചോദിച്ചു,
അല്ല, നീ എന്തോ എന്നോട് പറയാൻ വന്നല്ലോ. അവസാനം അവന് അവസരം കിട്ടി. പക്ഷേ ഇത്ര നേരം ധൈര്യം കൂട്ടി വെച്ചിരുന്ന അവൻ്റെ മനസ്സ് പെട്ടെന്നൊരു നിമിഷം കൊണ്ട് തളർന്നു പോയി. അവൻ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏയ് ഒന്നുമില്ല. അത്രയും നാൾ പറയാൻ ആഗ്രഹിച്ച വാക്കുകൾ വീണ്ടും അവൻ്റെ മനസ്സിനുള്ളിൽ തന്നെ കുടുങ്ങി. അപ്പോഴേക്കും അവരുടെ സുഹൃത്തായ സാറയും അവിടെ എത്തി. നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ മാത്രം നിൽക്കുന്നത്? വാ, എല്ലാവരെയും കൂടി ആഘോഷിക്കാം. പാർട്ടി വീണ്ടും സജീവമായി. സംസാരത്തിനിടയിൽ സാറ് പെട്ടെന്ന് ബിയറിനോട് ചോദിച്ചു, നിന്റെ പൂച്ച എങ്ങനെയുണ്ട്? ഒരു നിമിഷം ബിയറിൻ്റെ മുഖം മങ്ങി. അത് ഇന്ന് മരിച്ചു. അത് കേട്ട് സാറ് ഉടൻ തന്നെ അവനെ ആശ്വസിപ്പിച്ചു. സാരമില്ല, ജീവിതത്തിലെ ചില നഷ്ടങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. ആ വാക്കുകൾ കേട്ടപ്പോൾ ബിയറിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. രാത്രി വൈകിയപ്പോൾ പാർട്ടി അവസാനിച്ചു. എല്ലാവരും വീടുകളിലേക്ക് മടങ്ങാൻ തയ്യാറായി. അപ്പോഴാണ് നിക്കി അലനോട് ചോദിച്ചത്, എന്നെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമോ? പക്ഷെ അലൻ തിരക്കുണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ആ അവസരം ബിയർ നഷ്ടപ്പെടുത്തിയില്ല. ഞാൻ കൊണ്ടുപോയാക്കാം. ആ വാക്ക് കേട്ടപ്പോൾ നിക്കി പുഞ്ചിരിച്ചു. കാറിന്റെ എഞ്ചിൻ പതിയെ സ്റ്റാർട്ടായി. പാർട്ടിയുടെ ബഹളത്തിൽ നകന്ന നഗരത്തിലെ വിജനമായ റോഡിലൂടെ ബിയറും നിക്കിയും യാത്ര തുടങ്ങി. അല്പനേരം ഇരുവരും ഒന്നും സംസാരിച്ചില്ല. പിന്നീട് നിശബ്ദത ഭേദിച്ചത് നിക്കിയായിരുന്നു. ബിയർ, എനിക്ക് ജോലി അധികം നാൾ ചെയ്യാൻ തോന്നുന്നില്ല. സ്റ്റിയറിംഗിൽ നിന്ന് കണ്ടെടുക്കാതെ ബിയർ ചോദിച്ചു, അതെന്താ? ഒരു ചെറു പുഞ്ചിരിയോടെ നിക്കി പറഞ്ഞു, എനിക്ക് എഴുത്തുകാരിയാവണം, പ്രണയകഥകൾ എഴുതണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ആ വാക്കുകൾ കേട്ട് ബിയറിന്റെ മുഖത്ത് അറിയാതൊരു ചിരി വിരിഞ്ഞു. അതാണ് നിന്റെ സ്വപ്നമെങ്കിൽ അതിനുവേണ്ടി പോരാടണം. ഇഷ്ടമില്ലാത്ത ജോലി ചെയ്ത് നിന്റെ ജീവിതം കളയരുത്. ബിയറിന്റെ മറുപടി കേട്ട് നിക്കിയുടെ കണ്ണുകളിൽ ചെറിയൊരു സന്തോഷം തെളിഞ്ഞു. അല്പസമയം കഴിഞ്ഞപ്പോൾ ബിയർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കായ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഉടനെ തന്നെ നിക്കിയുടെ മുഖം കൗതുകം കൊണ്ട് നിറഞ്ഞു. ശരിക്കുമോ? എന്താ അത്? ഇപ്പോൾ തന്നെ കാണിക്കൂ. ബിയർ ചിരിച്ചു. ഇല്ല, ശരിയായ സമയത്ത് തരാം. നിക്കി കുഞ്ഞുങ്ങളെപ്പോലെ മുഖം വീർപ്പിച്ചു. നിന്നെക്കൊണ്ട് ഒരു സർപ്രൈസ് ഒളിപ്പിക്കാൻ പറ്റില്ല. ഇരുവരും ചിരിച്ചു. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ നിക്കി വീണ്ടും സംസാരിച്ചു. ബിയർ, ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. സാറയ്ക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നിനക്കറിയാമോ? ആ ചോദ്യം കേട്ടപ്പോൾ ബിയർ ഒന്ന് ഞെട്ടി. എന്താ? അവൾ പലപ്പോഴും നിന്നെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് അവൾക്ക് നിന്നോടൊരു ക്രഷ് ഉണ്ടെന്നാണ്. ചെറുതായി ചിരിച്ചുകൊണ്ട് ബിയർ മറുപടി പറഞ്ഞു, എനിക്ക് സാറ നല്ലൊരു സുഹൃത്ത് മാത്രമാണ്. അതിനപ്പുറം ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ആ മറുപടി കേട്ടപ്പോൾ നിക്കി ആശ്വാസത്തോടെ തലകുലുക്കി. അപ്പോഴേക്കും അവളുടെ വീടെത്തിയിരുന്നു. കാറിൽ നിറങ്ങിയ നിക്കി ബിയറിനെ നോക്കി കൈവീശി. ബിയറിന് തിരികെ കൈവീശി. പക്ഷേ അലൻ പറഞ്ഞ കാര്യം ഇപ്പോഴും അവൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അവളെ നോക്കി അവൻ വിളിച്ചു, ഹേയ് ഫ്രീക്കി നിക്കി. ആ വാക്ക് കേട്ടതും നിക്കി പെട്ടെന്ന് തിരിഞ്ഞു. അവളുടെ മുഖത്തെ ചിരി അപ്രത്യക്ഷമായി. അവൾ ഓടി വന്ന ബിയറിന്റെ മുന്നിൽ നിന്നു. ആ പേര് എനിക്കിഷ്ടമല്ലെന്ന് നിനക്കറിയില്ലേ? ബിയർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചുമ്മാ വിളിച്ചതാ. കുറച്ചു നേരം അവനെ തന്നെ നോക്കി നിന്ന നിക്കി പെട്ടെന്ന് അവനോട് ചോദിച്ചു, സത്യം പറയൂ ബിയർ, നിനക്കെന്നെ ഇഷ്ടമാണോ? സമയം ഒരു നിമിഷം നിശ്ചലമായതുപോലെ അവന് തോന്നി. ഇത്രയും നാൾ അവളോട് ചോദിക്കാൻ അവൻ മാറ്റിവെച്ച ചോദ്യം ഇപ്പോൾ അവൾ തന്നെ ഇങ്ങോട്ട് വന്ന് ചോദിച്ചിരിക്കുന്നു. ബിയറിന്റെ ഹൃദയം നെഞ്ചിനുള്ളിൽ ശക്തിയായി ഇടിക്കാൻ തുടങ്ങി. ഇതാണ് അവസരം. ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും പറയാൻ കഴിയില്ല. മനസ്സ് അവനോട് പറയുകയായിരുന്നു. പക്ഷേ ഭയം വീണ്ടും ജയിച്ചു. അവനൊരു ചെറിയ ചിരിയോടെ പറഞ്ഞു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഒരു നിമിഷം നിക്കിയുടെ കണ്ണുകൾ തെളിഞ്ഞു. പക്ഷെ ബിയർ ബാക്കി പറഞ്ഞു, ഒരു നല്ല സുഹൃത്തായി, ഒരു സഹോദരിയെപ്പോലെ. ആ വാക്കുകൾ കേട്ടതും നിക്കിയുടെ മുഖത്തെ സന്തോഷമില്ലാതായി. അവൾ നിർബന്ധിച്ച് ഒരു പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചു. ഓ, അത്രയുള്ളല്ലേ? അത്രമാത്രം പറഞ്ഞ് അവൾ വീടിനുള്ളിലേക്ക് തിരിഞ്ഞു നടന്നു. അപ്പോഴാണ് ബിയറിന് തൻ്റെ ഏറ്റവും വലിയ മണ്ടത്തരം മനസ്സിലായത്. സ്റ്റിയറിംഗിൽ കൈകൊണ്ട് ശക്തിയായി അടിച്ച് അവൻ സ്വയം പറഞ്ഞു, എന്തൊരു മണ്ടനാടാ നീ. ഇത്രയും നാളായി കാത്തിരുന്ന അവസരം കയ്യിൽ കിട്ടിയിട്ടും സത്യം പറയാൻ പോലും നിനക്ക് ധൈര്യം ഉണ്ടായില്ല. സ്വന്തം ഭീരുത്വത്തോട് അവന് തന്നെ വെറുപ്പ് തോന്നി. അപ്പോഴാണ് അവൻ്റെ ശ്രദ്ധ കാറിലെ സീറ്റിൽ കിടന്നിരുന്ന ആ ചെറിയ മരപ്പെട്ടിയിലേക്ക് പതിഞ്ഞത്. വൺ വിഷ്വിലോ, ആ കടയിൽ നിന്ന് വാങ്ങിയ ആ വിചിത്ര വസ്തു. സെയിൽസ് ഗേൾ പറഞ്ഞ വാക്കുകൾ അവൻ്റെ മനസ്സിൽ വീണ്ടും മുഴങ്ങി. മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം ചിന്തിച്ചുകൊണ്ട് ഈ കൊമ്പൊടിച്ചാൽ അത് യാഥാർത്ഥ്യമാകും. വിയർ പതിയെ ആ പെട്ടി തുറന്നു. അതിനുള്ളിൽ ഉണ്ടായിരുന്ന ചെറിയ മരക്കൊമ്പ് കയ്യിലെടുത്തു. കണ്ണുകൾ അടച്ച് മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം മാത്രം, ഈ ലോകത്ത് മറ്റാരെയും സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിക്കി എന്നെ സ്നേഹിക്കണം. ആ പ്രാർത്ഥന മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ ആ കൊമ്പ് രണ്ടായി ഒടിച്ചു. ഒന്നും സംഭവിച്ചില്ല. കാറ്റ് പോലും അനങ്ങിയില്ല. ചെറുതായി ഒന്ന് ചിരിച്ചുകൊണ്ട് ബിയർ അത് വെറുതെയാണെന്ന് കരുതി തല ഉയർത്തി. പക്ഷേ അതേ നിമിഷം വീടിൻ്റെ വാതിലിനരികിലെത്തിയിരുന്ന നിക്കി പെട്ടെന്ന് നിശ്ചലമായി. അവൾ വാതിൽ തുറന്നില്ല. പതിയെ തിരിഞ്ഞു. ശേഷം അവൾ അതിവേഗം ബിയറിൻ്റെ കാറിനടുത്തേക്ക് ഓടി വന്നു. ഒന്നും മനസ്സിലാകാതെ ബിയർ അവളെ നോക്കി. നീ എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അതെവിടെ? കുറച്ചു നേരം മുമ്പ് അതിനെക്കുറിച്ച് യാതൊരു താല്പര്യവും കാണിക്കാതിരുന്ന നിക്കിയുടെ ഈ മാറ്റം ബിയറിനെ അമ്പരിപ്പിച്ചു. അവൻ പരിയും കൊണ്ട് പറഞ്ഞു, അത് വീട്ടിൽ വെച്ച് ഞാൻ മറന്നുപോയി. ആ മറുപടി കേട്ടതും നിക്കി ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. എങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ നിന്റെ വീട്ടിലേക്ക് പോകാം. ആ വാക്കുകൾ കേട്ടപ്പോൾ ബിയർ ശരിക്കും ഞെട്ടി. കാരണം ഇതുവരെ നിക്കി അങ്ങനെ തന്നോട് പെരുമാറിയിട്ടില്ല. അവൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ നിക്കി വീണ്ടും സംസാരിച്ചു. അല്ലെങ്കിൽ വേണ്ട, നീ എൻ്റെ വീട്ടിലേക്ക് വാ. കുറച്ചു നേരം നമുക്കിരുന്ന് സംസാരിക്കാം. നിന്റെ പൂച്ച മരിച്ചു പോയതല്ലേ, നിനക്കിപ്പോൾ ഒരാളുടെ കൂട്ട് വേണം. അവളുടെ ശബ്ദത്തിൽ കരുതലുണ്ടായിരുന്നു. പക്ഷേ ആ കരുതലിനുള്ളിൽ എന്തോ അസ്വാഭാവികതയും ഉണ്ടായിരുന്നു. ബിയറിന് അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു വിചിത്രമായ അസ്വസ്ഥത തോന്നി. അവൾ പെട്ടെന്ന് കാറിൻ്റെ വാതിൽ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിൻ്റെ അടുത്തേക്ക് വന്നു. ബിയറിൻ്റെ സീറ്റ് ബെൽറ്റ് സ്വന്തമായി അഴിക്കാൻ തുടങ്ങി. വാ, സമയം കളയണ്ട, നമുക്ക് പോകാം. ആ നിമിഷം ബിയറിൻ്റെ ഉള്ളിലൂടെ ചെറിയൊരു ഭയം കടന്നുപോയി. പെട്ടെന്ന് സ്വന്തം പ്രവൃത്തി തിരിച്ചറിഞ്ഞതുപോലെ എനിക്ക് പെട്ടെന്ന് കൈവലിച്ചു. അവൾ രണ്ടടി പിന്നോട്ട് മാറി. കണ്ണുകളിൽ ആശയക്കുഴപ്പം.
ബിയർ, ഞാൻ എന്തൊക്കെയാണ് ഇപ്പോൾ കാണിച്ചു കൂട്ടിയത്? ഞാൻ എന്താ ഇത്ര വിചിത്രമായി പെരുമാറുന്നത്? അവളുടെ ശബ്ദത്തിൽ യഥാർത്ഥ ഭയമുണ്ടായിരുന്നു. ചിലപ്പോൾ ഞാൻ കൂടുതൽ കുടിച്ചതുകൊണ്ടായിരിക്കാം. സ്വയം ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൾ. ബിയർ ഒന്നും പറയാതെ അവളെ നോക്കി നിന്നു. എന്നാൽ ഏതാനും സെക്കൻഡുകൾ മാത്രമേ നീണ്ടു നിന്നുള്ളൂ. അടുത്ത നിമിഷം തന്നെ നിക്കിയുടെ സ്വഭാവം വീണ്ടും മാറി. അവൾ വീണ്ടും കാറിന്റെ മുൻവശത്തേക്ക് നടന്നു വന്നു. ബിയർ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിലേക്ക് വരും. എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല. ബിയർ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഇല്ല, ഇന്ന് വേണ്ട, നാളെ നമുക്ക് ഷോപ്പിൽ കാണാം. പക്ഷേ എനിക്ക് പറഞ്ഞു പറ്റില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ വീട്ടിലേക്ക് പോകാൻ എനിക്ക് ഭയമാണ്. ഓരോ ദിവസവും എൻ്റെ അച്ഛൻ പതിയെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടുകൊണ്ട് എനിക്ക് സമാധാനത്തോടെ ഇരിക്കാനാവില്ല. ഇന്നൊരു ദിവസമെങ്കിലും എനിക്ക് ആ വീട്ടിൽ നിന്ന് അകന്നു നിൽക്കണം. ആ വാക്കുകൾ കേട്ടപ്പോൾ ബിയറിന്റെ മനസ്സലിഞ്ഞു പോയി. അവൾ പറഞ്ഞ സത്യമാണെന്ന് അവൻ വിശ്വസിച്ചു. ഒടുവിൽ ശരി വാ എന്നൊരു വാക്ക് മാത്രം അവൻ പറഞ്ഞു. അല്പസമയത്തിനകം അവൻ ബിയറിന്റെ വീട്ടിലെത്തി. വീട്ടിലേക്ക് കയറുന്നതിനിടയിൽ നിക്ക് ചുറ്റും നോക്കി. ഇവിടം കൊള്ളാം. പഴയ വീടിനേക്കാൾ എനിക്ക് ഈ വീട് ഇഷ്ടമായി. പെട്ടെന്ന് അവൾ വായുവിലേക്ക് ഒന്ന് ശ്വസിച്ചു. ഇവിടെ ഒരു പ്രത്യേക മണമുണ്ട്. ബിയർ ചിരിച്ചു. പഴയ വീടായതുകൊണ്ടാവും. നിക്ക് പതിയെ തലകുലുക്കി. അല്ല, ഇത് വീടിൻ്റെ മണമല്ല, ഇത് നിന്റെ മണമാണ്. ഈ വീട്ടിലെ ഓരോ മുറിയിലും നിന്റെ ഗന്ധമുണ്ട്. എനിക്കത് വല്ലാതെ ഇഷ്ടമാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ ബിയറിന് വീണ്ടും ഉള്ളിൽ ഒരു അസ്വസ്ഥത തോന്നി. നിക്ക് നേരെ ബെഡ്റൂമിലേക്ക് നടന്നു. അവിടെ ചെന്നയുടൻ അവൾ ബിയറിന്റെ കട്ടിൽ കയറിയിരുന്നു. തല താഴ്ത്തി ഒന്നും മിണ്ടാതെ അനങ്ങാതെ. കുറച്ചു നേരം അവൾ അങ്ങനെ തന്നെ ഇരുന്നു. നിനക്ക് വെള്ളമോ മറ്റെന്തെങ്കിലും വേണോ? ബിയർ ചോദിച്ചു. വേണ്ട, അവൾ പതിയെ പറഞ്ഞു. ശേഷം തലയുയർത്തി ബിയറിനെ നോക്കി. ബിയർ, ഞാൻ ഇന്ന് വളരെ വിചിത്രമായി പെരുമാറുന്നുണ്ടല്ലേ? എനിക്ക് എന്നെ തന്നെ മനസ്സിലാകുന്നില്ല. ബിയർ അവളെ ആശ്വസിക്കാൻ ശ്രമിച്ചു. നിന്റെ മനസ്സിലെ വിഷമം കൊണ്ടായിരിക്കും. നാളെ രാവിലെ എല്ലാം ശരിയാകും. അതും പറഞ്ഞ് അവൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തിരിഞ്ഞു. പിന്നിൽ നിന്ന് നിക്കിയുടെ ശബ്ദം. ബിയർ. അവൻ തിരിഞ്ഞു നോക്കി. അവൾ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഇന്ന് എൻ്റെ കൂടെ കിടക്കാമോ? അവൾ ചോദിച്ചു. ബിയർ ഒരു നിമിഷം ശ്വാസം പോലും എടുക്കാൻ മറന്നു. നിക്കിയുടെ ഈ ചോദ്യം കേട്ട് ബിയർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഞാനോ? നിന്റെ കൂടെ കിടക്കാൻ? ഇതുവരെ അവൾ ഒരിക്കലും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ പ്രണയത്തേക്കാൾ കൂടുതൽ മറ്റെന്തോ ഉണ്ടെന്ന് ബിയറിന് തോന്നി. നിക്കി പതുക്കെ പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് കിടന്നാൽ ഉറങ്ങാൻ എനിക്ക് കഴിയില്ല. അച്ഛൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ മനസ്സ് തകരുന്നു. ഇന്നൊരു രാത്രി നീ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. അവളുടെ വാക്കുകളിൽ നിസ്സഹായത ഉണ്ടായിരുന്നു. ബിയറിന് അവളെ നിരസിക്കാൻ കഴിഞ്ഞില്ല. അവൻ പതിയെ കട്ടിലിൻ്റെ അരികിലേക്ക് ചെന്നിരുന്നു. മുറിയിലാകെ നിശബ്ദത. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം നിക്ക് പതിയെ എഴുന്നേറ്റു. അവൾ അവനെ തന്നെ നോക്കി നിന്ന് ബിയറിൻ്റെ അടുത്തേക്ക് വന്നു. അവളുടെ ഓരോ ചൂടും ബിയറിൻ്റെ ഹൃദയമെടുപ്പ് കൂട്ടുകയായിരുന്നു. അടുത്ത നിമിഷം അവൾ അവൻ്റെ തോളിൽ തല ചായച്ചു. ഒരു കുഞ്ഞിനെ പോലെ ശാന്തമായി കിടന്നു. ബിയറും പതിയെ ആശ്വസിച്ചു. ഒന്നുമില്ല, അവൾ മാനസികമായി തളർന്നിരിക്കുകയാണ്. അവൻ സ്വയം പറഞ്ഞ് ആശ്വസിച്ചു. പക്ഷേ ആ സമാധാനം അധികം നേരം നീണ്ടു നിന്നില്ല. അല്പസമയത്തിനകം നിക്കി പതിയെ മുഖമുയർത്തി ബിയറിന്റെ കണ്ണുകളിലേക്ക് നോക്കി. ഒന്നും പറയാതെ അവനെ ചുംബിച്ചു. ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും വർഷങ്ങളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന പ്രണയം ആ നിമിഷം ബിയറിനെ നിയന്ത്രിക്കാൻ അനുവദിച്ചില്ല. അവനും അവളെ തിരിച്ച് ചുംബിച്ചു. എന്നാൽ പെട്ടെന്ന് നിക്കി അവനെ ശക്തമായി തള്ളിമാറ്റി. രണ്ടുപേരും ഒരേപോലെ ഞെട്ടി. നിക്കി, എന്താ പറ്റിയത്? ബിയർ പരിഭ്രമത്തോടെ ചോദിച്ചു. അവൾ കുറച്ചു നേരം ശ്വാസം വലിച്ചെടുത്തു. എനിക്കറിയില്ല, പെട്ടെന്ന് എന്താ സംഭവിച്ചതുപോലെ തോന്നി. കുഴപ്പമില്ല, നമുക്കുറങ്ങാം. അത് പറഞ്ഞ് അവൾ വീണ്ടും പഴയ പോലെ ആയി കിടന്നു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവൾ ഉറക്കത്തിൽ നിന്ന് വഴുതി വീണു. പക്ഷേ ബിയറിന് ഉറക്കം വന്നില്ല. അവളുടെ ഇന്നത്തെ ഓരോ പ്രവൃത്തിയും അവൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും ഓടിക്കൊണ്ടിരുന്നു. ഒടുവിൽ അവൻ പതിയെ കട്ടിൽ നിന്ന് എഴുന്നേറ്റു. നിക്കിയെ ഉണർത്താതെ ലാപ്ടോപ്പ് തുറന്നു. സെർച്ച് ബാറിൽ ഒരേ ഒരു പേര് മാത്രം ടൈപ്പ് ചെയ്തു. വൺ വിഷ് വില്ലോ. ഒന്നിന് പിന്നാലെ ഒന്നായി നിരവധി വെബ്സൈറ്റുകളും വീഡിയോകളും വന്നു. ചിലർ പറയുന്നത് ഇത് യഥാർത്ഥമാണെന്നാണ്. മറ്റു ചിലർ ഇതൊക്കെ തട്ടിപ്പാണെന്നാണ്. കമന്റുകൾ മുഴുവൻ പരസ്പര വിരുദ്ധം. ആരും വ്യക്തമായി മറുപടി പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം മാത്രം വ്യക്തമായിരുന്നു. താൻ ആഗ്രഹം പറഞ്ഞ് ആ കുമ്പൊടിച്ച നിമിഷം മുതൽ നിക്കിയുടെ പെരുമാറ്റം പൂർണ്ണമായി മാറിയിരിക്കുന്നു. അത് യാദൃശ്യമാണെന്ന് വിശ്വസിക്കാൻ അവന് കഴിഞ്ഞില്ല. അപ്പോഴാണ് പിന്നിൽ നിന്നൊരു ശബ്ദം. ബിയർ. ബിയറിന്റെ ശരീരം ഒന്ന് വിറച്ചു. അവൻ പതിയെ തിരിഞ്ഞു നോക്കി. കട്ടിലിൽ മുടിയെല്ലാം അഴിച്ചിട്ട് ഇരുട്ടിൽ നിശ്ചലമായിരിക്കുകയായിരുന്നു അവൾ. നീ എവിടെയായിരുന്നു? അവൾ ചോദിച്ചു. കുറച്ചു മുമ്പ് കേട്ട നിക്കിയുടെ ശബ്ദമായിരുന്നില്ല അത്. ബിയർ പരിങ്ങിക്കൊണ്ട് പറഞ്ഞു. ഞാനൊന്ന് ബാത്റൂം വരെ പോയതാ. നിക്കിയുടെ മുഖത്ത് ഒരു വിചിത്രമായ ചിരി വിരിഞ്ഞു. ഇല്ല, നീ കള്ളം പറയുകയാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ ബിയറിന്റെ നെഞ്ചിലൂടെ ഒരു തണുത്ത വിറയിൽ പാഞ്ഞുപോയി. കാരണം അവൻ ബാത്റൂമിൽ പോയിരുന്നില്ല. അത് അവൾ എങ്ങനെ അറിഞ്ഞു? നിക്കി പതിയെ കൈനീട്ടി. ഇങ്ങോട്ട് വാ, എൻ്റെ അടുത്ത് വന്ന് കിടക്ക്. ഭയവും സംശയവും നിറഞ്ഞ മനസ്സോടെ ബിയർ വീണ്ടും അവളുടെ അരികിൽ കിടന്നു. ആ രാത്രി അവൻ ഉറങ്ങാനായില്ല. കാരണം അവൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നത് അവൻ സ്നേഹിച്ചിരുന്ന നിക്കിയാണോ അതോ മറ്റാരെങ്കിലുമാണോ എന്ന സംശയം അവൻ്റെ ഉള്ളിൽ ജനിച്ചിരുന്നു. ആ രാത്രിയിലുടനീളം ബിയറിന് ഒരു നിമിഷം പോലും കണ്ണടയ്ക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ തൊട്ടടുത്ത് നിക്കി ശാന്തമായി ഉറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ശാന്തത പോലും അവനെ ഭയപ്പെടുത്തുകയായിരുന്നു. ഒടുവിൽ പുലർച്ചെ വെളിച്ചം മുറിയിലേക്ക് വീണപ്പോൾ ബിയർ പതിയെ കണ്ണു തുറന്നു. അവൻ്റെ അരികിൽ കിടന്നിരുന്ന നിക്കിയെ കാണാനില്ല. നിക്കി അവൻ പതിയെ വിളിച്ചു. മറുപടിയില്ല. മുറിയാകെ നോക്കിയ ശേഷം അവൻ അടുക്കളയിലേക്ക് നടന്നു. എന്നാൽ അവിടെ കണ്ട കാഴ്ച അവൻ്റെ ശരീരത്തിലൂടെ ഒരു തണുത്ത വിറയൽ പായിച്ചു. ഇന്നലെ അടക്കം ചെയ്ത തൻ്റെ പ്രിയപ്പെട്ട പൂച്ച വീണ്ടും വീട്ടിനുള്ളിലുണ്ടായിരുന്നു. ഒരു വെളുത്ത തുണിയിൽ ഭംഗിയായി കിടത്തിയിരിക്കുന്നു. ചുറ്റും പൂക്കൾ വിതറിയിരിക്കുന്നു. മെഴുകുതിരികൾ കത്തിച്ചു വെച്ചിരിക്കുന്നു. ആരുടെയോ അന്ത്യകർമ്മം നടക്കുന്നത് പോലെ ആ പൂച്ചയ്ക്ക് ഒരു ശവസംസ്കാരം ഒരുക്കിയിരിക്കുകയാണ്. ആ കാഴ്ച കണ്ട് ബിയറിന്റെ ശ്വാസം നിലച്ചു. നിക്കി അവൻ ഉറക്കെ വിളിച്ചു. അപ്പോഴാണ് നിക്കി തിരിഞ്ഞു നോക്കിയത്. മുഖത്ത് അതേ നിഷ്കളങ്കമായ പുഞ്ചിരി. എന്താ? അവൾ ചോദിച്ചു. ഇതെന്താണ്? ബിയർ പരസ്യ ശബ്ദത്തിൽ ചോദിച്ചു. നിക്കി വളരെ സ്വാഭാവികമായി മറുപടി പറഞ്ഞു. ഈ പൂച്ച നിനക്ക് ജീവനായിരുന്നില്ലേ? അപ്പോൾ അത് മരിച്ചുപോയാൽ വെറുതെ കുഴിച്ചിട്ടാൽ മതിയോ? അതിനർഹിക്കുന്നൊരു യാത്രയെ കൊടുക്കണ്ടേ?
അവളുടെ മുഖത്ത് കുറ്റബോധമോ വിഷമോ ഒന്നുമില്ല. അവൾ ചെയ്തത് ഏറ്റവും സ്വാഭാവികമായ കാര്യമെന്ന പോലെ സംസാരിക്കുകയായിരുന്നു. പക്ഷേ ബിയറിന് അങ്ങനെ തോന്നിയില്ല. ഇന്നലെ വരെ താൻ അറിയുന്ന നിക്കി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ എന്തോ മാറിയിരിക്കുന്നു. എന്താണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. സംഭവം കൂടുതൽ വഷളാക്കാതെ ബിയർ വിഷയം അവിടെ അവസാനിപ്പിച്ചു. രണ്ടുപേരും ജോലിക്കായി കടയിലേക്ക് തിരിച്ചു. കടയിലെ മുന്നിലെത്തിയതും അലൻ പതിവ് പോലെ കളിയാക്കി. ആഹാ, ഇന്നലെ രാത്രി രണ്ടുപേരും ഒരുമിച്ചായിരുന്നല്ലേ, എന്തൊക്കെയാണ് നടന്നത്? പക്ഷേ ബിയറിന്റെ മുഖത്ത് ചിരിയല്ലായിരുന്നു. അവൻ പതിയെ അലൻ്റെ അടുത്തേക്ക് ചെന്നു. എടാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ശേഷം കഴിഞ്ഞ രാത്രി നടന്നതെല്ലാം അവൻ വിശദമായി പറഞ്ഞു. നിക്കയുടെ വിചിത്രമായ പെരുമാറ്റം, പെട്ടെന്നുള്ള സ്നേഹം, അസാധാരണമായ ഓരോ നിമിഷവും എല്ലാം. അലൻ ആദ്യം കേട്ട് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, പെണ്ണ് നിന്നെ ഇഷ്ടപ്പെട്ടതിന്റെ സന്തോഷത്തിൽ ഭ്രാന്തായതായിരിക്കുമല്ലേ? പക്ഷേ ബിയറിന്റെ മുഖത്തെ ഭയം കണ്ടപ്പോൾ അലന്റെ ചിരി പതിയെ മങ്ങി. അതേസമയം കടയുടെ മറുവശത്ത് നിൽക്കുന്ന നിക്കി ബിയറിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഒരിക്കൽ പോലും കണ്ണു മാറ്റാതെ. അവളുടെ ചുണ്ടിൽ പതിഞ്ഞിരുന്ന ആ ചെറിയ പുഞ്ചിരി സന്തോഷത്തിന്റെ ചിരിയല്ലായിരുന്നു. ആരോ ഒളിഞ്ഞിരുന്ന് ഇരയോ നോക്കുന്നത് പോലുള്ള അസ്വാഭാവികമായിട്ടുള്ള ഒരു ചിരി. അത് കണ്ടപ്പോൾ ബിയർ അറിയാതെ തല തിരിച്ചു. അവളെ നോക്കാൻ പോലും അവന് ഭയമായി. കുറച്ചു കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങാൻ തയ്യാറായി. ബിയർ കാർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ നിക്കി പതിയെ അടുത്ത് വന്നു. അവളെ കണ്ടത് മാത്രം ബിയർ വേഗം പറഞ്ഞു, ഇന്ന് എനിക്ക് കുറച്ച് തിരക്കുണ്ട്, നിന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ നിക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അതിനല്ല വന്നത്. എൻ്റെ ബാഗ് ഇന്നലെ നിന്റെ കാറിൽ വെച്ച് മറന്നുപോയി. ബിയർ ഉടൻ തന്നെ ബാഗ് എടുത്ത് അവൾക്ക് നൽകി. അവൾ അത് വാങ്ങി ഒന്നും പറയാൻ നടന്നു. നിക്കി അലൻ്റെ കാറിലാണ് വീട്ടിലേക്ക് പോയത്. അത് കണ്ടപ്പോൾ ബിയറിന് ചെറിയൊരു ആശ്വാസം തോന്നി. വീട്ടിലെത്തിയ ഉടൻ അവൻ വീണ്ടും ലാപ്ടോപ്പ് തുറന്നു. വൺ വിഷ് വില്ലോ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അവൻ വീണ്ടും തിരയാൻ തുടങ്ങി. ഒരു ശാപമാണോ അത്, അല്ലെങ്കിൽ യാദൃശികമായ സംഭവങ്ങളോ? ഒരു ഉത്തരവ് ലഭിച്ചില്ല. സംശയം കൂടിക്കൊണ്ടേയിരുന്നു. ഒരാശയക്കുഴപ്പത്തിനിടയിൽ അവൻ അലനെ വിളിച്ചു. എടാ, നിക്കിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? അവൻ പറഞ്ഞു, അവൾ വളരെ നോർമലായിരുന്നു. ഞാൻ അവളെ വീട്ടിൽ കൊണ്ടാക്കി. നീ പറഞ്ഞതുപോലെ ഒരു പ്രശ്നവും എനിക്ക് തോന്നിയില്ല. ആ മറുപടി കേട്ട് ബിയർ കൂടുതൽ ചിന്തിക്കാൻ ആരംഭിച്ചു. എങ്കിൽ അവൾക്ക് ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്നത് എൻ്റെ അടുത്ത് മാത്രമാണോ? ആ ചിന്ത അവൻ്റെ മനസ്സിൽ മിന്നിമറിഞ്ഞു. അതേസമയം വീട്ടിലെ ജനലിന് പുറത്തുകൂടി ഒരു നിഴൽ പതിയെ നീങ്ങുന്നത് അവൻ ശ്രദ്ധിച്ചു. ആരോ വീടിന് ചുറ്റും നടക്കുന്നു. ഹൃദയം ശക്തിയായി മിടിക്കാൻ തുടങ്ങി. ധൈര്യം സംഭവിച്ച് ബിയർ വാതിലിനരികിലേക്ക് നടന്നു. പതിയെ വാതിൽ തുറന്നു. പുറത്ത് ഇരുട്ടിൽ ഒരാൾ നിശ്ചലമായി നിൽക്കുകയായിരുന്നു. അടുത്ത നിമിഷം ആ മുഖം വെളിച്ചത്തിലേക്ക് വന്നു. അത് നിക്കിയായിരുന്നു. പക്ഷേ അവളുടെ മുഖത്ത് പതിവ് ചിരിയോ സന്തോഷമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരുതരം ശൂന്യത. കുറച്ചു നേരം ഒന്നും മിണ്ടാതെ ബിയറിനെ തന്നെ നോക്കി നിന്ന ശേഷം അവൾ പതിയെ ചോദിച്ചു, എന്നോട് ക്ഷമിക്കൂ? ഒന്നും മനസ്സിലാകാതെ ബിയർ അവളെ നോക്കി. എന്തിന്? നിക്കി തല താഴ്ത്തി. ഇന്നലെ ഞാൻ നിന്നോട് കുറച്ച് ഓവറായി പെരുമാറിയില്ലേ? അതിനെക്കുറിച്ച് എനിക്ക് വല്ലാത്ത കുറ്റബോധമുണ്ട്. അവളുടെ ശബ്ദത്തിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നു. ചിലപ്പോൾ ഇന്നലെ നടന്നെല്ലാം മദ്യത്തിന്റെ പ്രശ്നമായിരിക്കാം. അവൻ ചെറുതായി ചിരിച്ചു. സാരമില്ല, അതൊക്കെ വിട്ടേക്കും. നിക്കിയുടെ മുഖം തെളിഞ്ഞു. എന്നാൽ അടുത്ത നിമിഷം തന്നെ അവൾ വീണ്ടും സംസാരിച്ചു. ബിയർ, എനിക്ക് കുറേ നാളായി നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ബിയർ അവളെ ശ്രദ്ധയോടെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു നിമിഷം അവൾ ശ്വാസമെടുത്തു. ശേഷം പറഞ്ഞു, ഐ ലവ് യു. ആ 3 വാക്കുകൾ, വർഷങ്ങളായി കേൾക്കാൻ കൊതിച്ചിരുന്ന വാക്കുകൾ. ബിയറിന് തന്റെ ചെവികളെ വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. അവൻ സ്വപ്നം കാണുകയാണെന്ന് പോലും സംശയിച്ചു. ഒന്നും ചിന്തിക്കാതെ അവൻ നിക്കിയുടെ കൈപിടിച്ചു. രണ്ടുപേരും വീടിനുള്ളിലേക്ക് നടന്നു. ആ രാത്രിയായിരുന്നു ബിയർ സ്വപ്നം കണ്ട ജീവിതത്തിന്റെ തുടക്കം. പക്ഷേ അവൻ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. അത് പ്രണയത്തിന്റെ തുടക്കമായിരുന്നില്ല, ഒരു ശാപത്തിന്റെ തുടക്കമായിരുന്നു. അടുത്ത ദിവസങ്ങൾ ബിയറിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളായി മാറി. നിക്കി അവൻ്റെ നിഴൽ പോലെയായി. ജോലി സ്ഥലത്തായാലും പുറത്തായാലും റോട്ടിലായാലും അവളുടെ കണ്ണുകൾ എപ്പോഴും ബിയറിന് വേണ്ടി മാത്രം. ചുറ്റുമുള്ള ലോകം അവൾക്കില്ലാതായി. ബിയർ മാത്രം, അവൻ്റെ ചിരി മാത്രം, അവൻ്റെ ശബ്ദം മാത്രം, അവൻ്റെ സമീപം മാത്രം. അതാണ് ഇപ്പോൾ അവളുടെ ലോകം. ജോലി ചെയ്യുന്നതിനിടയിലും അവൾ പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ കെട്ടിപ്പിടിക്കും. ആളുകൾ നോക്കുകയാണോ എന്നൊരു ചിന്ത പോലുമില്ല. പൊതുസ്ഥലത്ത് വെച്ച് പോലും അവനെ ചുംബിക്കും. ചുറ്റുമുള്ളവർ അമ്പരം നോക്കുമ്പോഴും നിക്കിക്ക് യാതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ, ബിയർ. ആദ്യമൊക്കെ ഇതെല്ലാം ബിയറിന് സന്തോഷമായിരുന്നു. കാരണം വർഷങ്ങളായി ആഗ്രഹിച്ച പ്രണയം ഒടുവിൽ തനിക്ക് ലഭിച്ചിരിക്കുകയാണ്. പക്ഷേ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ആ സന്തോഷം പതി അസ്വസ്ഥമായി മാറി തുടങ്ങി. കാരണം ഇത് സാധാരണ പ്രണയമല്ല. നിക്കിയുടെ ഓരോ നിമിഷവും ഓരോ ശ്വാസവും ബിയറിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. അവൻ എവിടെയാണെന്ന് അറിയണം, ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയണം, എന്താണ് ചെയ്യുന്നതെന്ന് അറിയണം. ഒരു നിമിഷം പോലും അവനെ കാണാതിരുന്നാൽ അവൾ അസ്വസ്ഥയാകാൻ തുടങ്ങി. ബിയറിന് ആദ്യമായി ഒരു കാര്യം മനസ്സിലായി. താൻ ചോദിച്ചത് പ്രണയമായിരുന്നു, പക്ഷേ ലഭിച്ചത് അതിനേക്കാൾ ഭീകരമായി മറ്റെന്തോ ആയിരുന്നു. ഒരു ദിവസം അവരിരുവരും ഒരു റെസ്റ്റോറൻറ്റിൽ ഡേറ്റിങ്ങിന് പോയി. കുറേ നിമിഷങ്ങൾക്ക് ശേഷമുള്ള ശാന്തമായ ഒരു വൈകുന്നേരം. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ബിയർ പതിയെ ചോദിച്ചു, നിക്കി, അച്ഛൻ ഇപ്പോൾ എങ്ങനെയുണ്ട്? ആ ചോദ്യം കേട്ടതും നിക്കിയുടെ മുഖം മാറി. കുറച്ചു മുമ്പ് ചിരിച്ചിരുന്ന പെൺകുട്ടി ഒറ്റ നിമിഷം കൊണ്ട് ദേഷ്യത്തിലായി. ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട, തണുത്ത ശബ്ദത്തിൽ അവൾ മറുപടി പറഞ്ഞു. ബിയർ കൂടുതലൊന്നും ചോദിച്ചില്ല. അതേസമയം അവൻ്റെ ഫോൺ റിങ് ചെയ്തു. വിളിക്കുന്നത് അലനായിരുന്നു. ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് ബിയർ പുറത്തേക്ക് നടന്നു. ഫോൺ എടുത്ത ഉടനെ അലൻ പറഞ്ഞ വാക്കുകൾ ബിയറിന്റെ നെഞ്ചിലൂടെ തണുത്ത് വിറയിൽ പായിച്ചു. ബിയർ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നീ പറഞ്ഞതുപോലെ നിക്കിയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു. നീ പറഞ്ഞില്ലേ അവളുടെ അച്ഛന് ക്യാൻസർ ആണെന്നും മരണത്തോട് മല്ലിടുകയാണെന്നും? അത് സത്യമല്ല. ബിയറിന്റെ മുഖത്തെ ചിരി അപ്രത്യക്ഷമായി. എന്താ നീ പറയുന്നത്? അലൻ തുടർന്നു. അവളുടെ അച്ഛന് ഒരു അസുഖവുമില്ല. അയാൾ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നുണ്ട്. പിന്നെ എന്തിനാണ് അവൾ അങ്ങനെ ഒരു വലിയ കള്ളം പറഞ്ഞത്? ആ ചോദ്യം ബിയറിന്റെ മനസ്സിൽ ആദ്യമായി യഥാർത്ഥ ഭയം ജനിപ്പിച്ചു. അലന്റെ വാക്കുകൾ കേട്ടതോടെ ബിയറിന്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. എടാ, നീ ഉറപ്പാണോ ഈ പറയുന്നത്? വീണ്ടും ഉറപ്പ് വരുത്താൻ അവൻ ചോദിച്ചു. അലൻ ഒരു നിമിഷം പോലും ആലോചിക്കാതെ 100% ഉറപ്പ് പറഞ്ഞു. നിന്റെ കാര്യത്തിൽ എനിക്ക് സംശയം തോന്നിയതുകൊണ്ടാണ് ഞാൻ നേരിട്ട് അന്വേഷിച്ചത്. നിക്കിയുടെ അച്ഛന് ക്യാൻസർ ഇല്ല, മരണക്കിടക്കയിലുമല്ല. അദ്ദേഹം എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നുണ്ട്. ബിയറിനൊന്നും പറയാനായില്ല. അവൻ ഫോൺ ചെവിയോട് ചേർത്ത് തന്നെ നിശ്ചലമായി നിന്നു. പക്ഷേ അലൻ പറഞ്ഞത് അവിടെ അവസാനിച്ചില്ല. ഇനി ഒരു കാര്യം കൂടെ കേൾക്ക്.
കുറച്ചുനാൾ മുമ്പ് നിക്കി സാറയോട് പറഞ്ഞിരുന്നു ബിയർ എനിക്കൊരു സഹോദരനെ പോലെയാണെന്ന്. അങ്ങനെ ഒരു പെൺകുട്ടി ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും ഭ്രാന്തമായി നിന്നെ പ്രണയിക്കുമോ? എനിക്ക് തോന്നുന്നത് എന്തോ ശരിയല്ല, നീ സൂക്ഷിക്കണം. അത് പറഞ്ഞ് അലൻ ഫോൺ കട്ട് ചെയ്തു. ബിയറിന്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ചിന്ത മാത്രമായിരുന്നു, നിക്കി എന്നോട് കള്ളം പറഞ്ഞു എന്തിന്? അവൻ പതിയെ തിരിഞ്ഞ റെസ്റ്റോറൻറ്റിനുള്ളിലേക്ക് നോക്കി. അപ്പോഴാണ് അവൻ്റെ ശരീരമാകെ തണുത്തു പോയത്. ദൂരെ ഇരുന്ന നിക്കി അവനെ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഒരു നിമിഷം പോലും കണ്ണു മാറ്റാതെ, ഒരുതരം വിചിത്ര ചിരിയോടെ. അവൻ ആരോടാണ് സംസാരിച്ചതെന്ന് അറിയാനുള്ള ആകാംക്ഷയല്ല, ആരെങ്കിലും തന്നെ ബിയറിനെ തട്ടിയെടുക്കുമോ എന്ന ഭയം അവളുടെ കണ്ണുകളിൽ വ്യക്തമായി കാണാമായിരുന്നു. ബിയർ പതിയെ മേശയിലേക്ക് മടങ്ങിയെത്തി. നിക്കി ഒന്നും ചോദിച്ചില്ല, പകരം ഒരു ചെറിയ പെട്ടി അവൻ്റെ മുന്നിലേക്ക് നീക്കി. ഇത് നിനക്കുള്ളതാണോ? ബിയർ അത് തുറന്നു. അതിനുള്ളിൽ മനോഹരമായ ഒരു കല്ല്. നിക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാണ് ഈ കല്ല് കൊടുക്കുന്നത്. അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ ബിയറിന്റെ മനസ്സിൽ സന്തോഷമല്ല, ഭയമാണ് നിറഞ്ഞത്. അലന്റെ വാക്കുകൾ അവൻ്റെ തലയിൽ വീണ്ടും വീണ്ടും മുഴങ്ങുകയായിരുന്നു. ഒടുവിൽ അവന് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. നിക്കി, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? നിക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി. ബിയർ പതിയെ ചോദിച്ചു, നിന്റെ അച്ഛന് ക്യാൻസർ ആണെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? അത് സത്യമാണോ? ആ ചോദ്യം കേട്ട നിമിഷം നിക്കിയുടെ മുഖത്തെ പുഞ്ചിരി അപ്രത്യക്ഷമായി. അവളുടെ കണ്ണുകൾ പതിയെ ചുവന്നു, മുഖത്തെ പേശികൾ മുറുകി. അടുത്ത നിമിഷം അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. റെസ്റ്റോറൻറ്റിലുണ്ടായിരുന്ന എല്ലാവരുടെയും ശ്രദ്ധ അവരുടെ മേശയിലേക്ക് തിരിഞ്ഞു. നിക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇന്ന് നല്ലൊരു ദിവസമാകുമെന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ നീ എല്ലാം നശിപ്പിച്ചു. അവളുടെ ശബ്ദം മുഴുവൻ റെസ്റ്റോറൻറ്റിലാകെ മുഴങ്ങി. ചുറ്റും ഇരുന്നവർ ഞെട്ടലോടെ അവളെ നോക്കി. ബിയർ ആകെ പരിഭ്രമിച്ചു. പ്ലീസ് നിക്കി, എല്ലാവരും നോക്കുന്നുണ്ട്, നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം. അവൾ എങ്ങനെയോ ശാന്തമാക്കി അവൻ അവിടെ നിന്ന് പുറത്തിറങ്ങി. വീട്ടിലെത്തിയപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന പോലെ നിക്കി വീണ്ടും പഴയ പോലെ പെരുമാറാൻ തുടങ്ങി. അവൾ ബിയറിനെ കെട്ടിപ്പിടിച്ചു, സംസാരിച്ചു, ചിരിച്ചു. കുറച്ചു കഴിഞ്ഞ് രണ്ടുപേരും ഉറങ്ങാൻ കിടന്നു. പക്ഷേ ആ രാത്രി വീണ്ടും ബിയറിന് ഉറക്കം വന്നില്ല. അർദ്ധരാത്രിയിൽ എന്തോ അസ്വസ്ഥത തോന്നി. അവൻ കണ്ണു തുറന്നു. അവൻ്റെ തൊട്ടടുത്ത് കിടന്നിരുന്ന നിക്കിയെ കാണാനില്ല. നിക്കി, അവൻ പതിയെ വിളിച്ചു. മറുപടിയില്ല. മുറിയാകെ ഇരുട്ട്. പതിയെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കിയപ്പോൾ ഹാളിൻ്റെ ഇരുണ്ട കോണിൽ ഒരാൾ അനങ്ങാതെ നിൽക്കുന്നു. ആ രൂപത്തിൻ്റെ നീണ്ട മുടി മുഖം മുഴുവൻ മറച്ചിരുന്നു. ബിയറിൻ്റെ വലിയ സ്വെറ്റർ ധരിച്ച് ഒരു പ്രതിമയെ പോലെ അനക്കമില്ലാതെ അവനെ മാത്രം നോക്കി നിൽക്കുകയായിരുന്നു. അത് നിക്കിയായിരുന്നു. പക്ഷേ ആ നിമിഷം അവളൊരു മനുഷ്യനെ പോലെയല്ല, ഇരുട്ടിൽ നിന്ന് പുറത്തു വന്ന മറ്റെന്തോ ഒരു രൂപത്തെ പോലെയായിരുന്നു അത്. ആ ഇരുണ്ട ഹാളിൽ ഒരു ജീവനില്ലാത്ത പ്രതിമയെ പോലെ നിക്കി നിൽക്കുകയായിരുന്നു. മുഖം മുഴുവൻ മുടി മറച്ചിരിക്കുന്നു. ബിയറിൻ്റെ വലിയ സ്വെറ്റർ ധരിച്ച് അവൾ ഇമ വെട്ടാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ആ കാഴ്ച കണ്ട നിമിഷം ബിയറിൻ്റെ ശരീരത്തിലൂടെ ഒരു തണുത്ത വിറയൽ പാഞ്ഞു. ധൈര്യം സംഭവിച്ച് അവൻ പതിയെ വിളിച്ചു. നിക്കി. അവൾ അനങ്ങിയില്ല. വീണ്ടും വിളിച്ചു, നിക്കി, ഇവിടെ വാ. അപ്പോഴാണ് അവൾ പതിയെ താഴെ ഉയർത്തിയത്. മുഖത്ത് അതിവിചിത്രമായ ചിരി. ശേഷം ഒരു കള്ളൻ ഇരയെ ലക്ഷ്യമാക്കി നടക്കുന്നത് പോലെ വളരെ പതിയെ അവൾ ബിയറിൻ്റെ അടുത്തേക്ക് നടന്നു. ഓരോ ചുവടും ബിയറിൻ്റെ ഹൃദയമിടിപ്പ് കൂട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ അവൻ്റെ അടുത്തെത്തുന്നതിന് തൊട്ടു മുമ്പ് അവൾ പെട്ടെന്ന് നിന്നു. വീണ്ടും ഇരുട്ടിലേക്ക് മുന്നോട്ട് നീങ്ങി. അവൾ നിന്നുകൊണ്ട് ശാന്തമായി പറഞ്ഞു, ഇവിടെ നിന്ന് നിന്നെ നോക്കുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയുമോ? ആ ശബ്ദം കേട്ട് ബിയറിൻ്റെ ശരീരം വീണ്ടും തറച്ചു. കാരണം അത് നിക്കിയുടെ ശബ്ദമായിരുന്നെങ്കിലും ആ ശബ്ദത്തിനുള്ളിൽ മറ്റാരുടെയോ സാന്നിധ്യം ഒളിച്ചിരിക്കുന്നത് പോലെ തോന്നി. കുറച്ചു നേരം അവൾ അവനെ തന്നെ നോക്കി നിന്നു. ശേഷം കണ്ണിൽ നിറഞ്ഞു പറഞ്ഞു, ബിയർ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നീ എന്നെ സ്നേഹിക്കുന്നില്ല. അത് പറഞ്ഞുകൊണ്ട് അവൾ കരയാൻ തുടങ്ങി. പക്ഷെ അതൊരു സാധാരണ മനുഷ്യൻ്റെ കരച്ചിലായിരുന്നില്ല. അത് കേൾക്കുന്നവർക്ക് തന്നെ അസ്വസ്ഥത തോന്നുന്ന വിചിത്രവും ഭയപ്പെടുത്തുന്നതുമായ ഒരു കരച്ചിലായിരുന്നു. ബിയർ ആകെ തകർന്നു. പ്ലീസ് നിക്കി, ഇവിടെ വന്ന് കിടക്ക്, എനിക്ക് പേടിയാവുന്നു, അവൻ പറഞ്ഞു. പക്ഷേ അവൾ അവൻ്റെ അടുത്തേക്ക് വന്നില്ല. ഇരുട്ടിലൂടെ പതിയെ നടന്നു. അവളുടെ ശബ്ദം മാത്രം കേൾക്കാം. എനിക്കറിയാം നിനക്ക് എന്നെ എത്ര ഇഷ്ടമല്ല, എനിക്കറിയാം. ബിയറിന് അവളെ കാണാൻ പോലും കഴിയുന്നില്ല. നിക്കി, നീ എവിടെയാണ്? അവൻ പേടിച്ചുകൊണ്ട് ചോദിച്ചു. അടുത്ത നിമിഷം ഇരുട്ടിൽ നിന്ന് അവൾ പെട്ടെന്ന് അവൻ്റെ മുന്നിലേക്ക് ചാടി വന്നു. കയ്യിലുണ്ടായിരുന്നൊരു പൂവ് മുഖത്തിന് മുന്നിൽ പിടിച്ചിരുന്നതിനാൽ ആദ്യം അവളുടെ മുഖം അവൻ കാണാൻ കഴിഞ്ഞില്ല. ശേഷം അവൾ പതിയെ ആ പൂവ് മാറ്റി. മുഖത്ത് വീണ്ടും അതേ ചിരി. ബിയർ, ഇത് നിന്റെ പൂച്ചയ്ക്ക് വേണ്ടി വാങ്ങിയ പൂവാണ്. ഒന്നും സംഭവിക്കാത്തതുപോലെ അവൾ പറഞ്ഞു. അവൾ ആ പൂവ് മേശപ്പുറത്ത് വെച്ചു. പിന്നെ പതിയെ ബിയറിൻ്റെ അരികിലേക്ക് വന്ന് ശാന്തമായി കിടന്നു. പക്ഷേ ബിയറിന് ആ രാത്രി ഒരു നിമിഷം പോലും ഉറങ്ങാൻ കഴിഞ്ഞില്ല. കാരണം അവൻ്റെ അരികിൽ കിടക്കുന്നത് അവൻ പ്രണയിച്ച് നിക്കിയാണെന്ന് വിശ്വസിക്കാൻ അവന് കഴിയുമായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് മുടി ശരിയാക്കുകയായിരുന്നു ബിയർ. പെട്ടെന്നായിരുന്നു അവൻ ഞെട്ടിയത്. തൻ്റെ മുടിയുടെ ഒരു ഭാഗം ആരോ മുറിച്ച് കളഞ്ഞിരിക്കുന്നു. അവൻ ഉടനെ തിരിഞ്ഞു നോക്കി. നിക്കി അടുക്കളയിൽ വളരെ സന്തോഷത്തോടെ എന്തോ ചെയ്യുകയായിരുന്നു. നിക്കി, എൻ്റെ മുടി ആരാണ് മുറിച്ചത്? നിക്കി വളരെ നിസ്സാരമായി മറുപടി പറഞ്ഞു, ഞാനാണ്. ആ ഭാഗത്ത് മുടി നിനക്ക് ചേരുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് മുറിച്ച് കളഞ്ഞത്. ബിയർ കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. ശേഷം ശാന്തമായി പറഞ്ഞു, ഇനി ഒരിക്കലും എൻ്റെ അനുവാദമില്ലാതെ ഇങ്ങനെ ഒന്നും ചെയ്യരുത്. നിക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഇല്ല, ഇനി ചെയ്യില്ല. ആ ചിരി കണ്ടപ്പോൾ ബിയർ ഇന്നലെ രാത്രിയിലെ അതേ മുഖം വീണ്ടും ഓർത്തു. പോകാൻ തയ്യാറായ ബിയറിനെ നിക്കി വീണ്ടും വിളിച്ചു. നിൽക്ക്, നിനക്ക് കഴിക്കാനുള്ള ലഞ്ച് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്, ഉച്ചയ്ക്ക് അത് കഴിച്ചാൽ മതി. ബിയർ പുഞ്ചിരിച്ചുകൊണ്ട് ബാഗ് എടുത്തു. പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ അവൻ വീണ്ടും തിരിഞ്ഞ് അവളോട് ചോദിച്ചു, ഇന്നലെ രാത്രി നീ ചെയ്തതൊക്കെ ഓർമ്മയുണ്ടോ? ഇരുട്ടിൽ നിന്ന് വന്നെന്നെ പേടിപ്പിച്ചത്. അങ്ങനെ ഇനി ഒരിക്കലും ചെയ്യരുത്. ഒരു നിമിഷം നിക്കി അവനെ നോക്കി. ശേഷം വളരെ പതിയെ ആ വിചിത്രമായ ചിരി വീണ്ടും അവളുടെ മുഖത്ത് തെളിഞ്ഞു. ശരി, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല, അവൾ പറഞ്ഞു. പക്ഷേ ആ ചിരി മാത്രം അവസാനിച്ചിരുന്നില്ല. നിക്കിയുടെ ആ വിചിത്രമായ ചിരി ബിയറിന്റെ മനസ്സിൽ നിന്നും മായുന്നില്ല. എന്നാലും ഒന്നും പുറത്ത് കാണിക്കാതെ അവൻ ജോലിക്കായി ഇറങ്ങാൻ തയ്യാറായി. വാതിലിൻ്റെ അടുത്തെത്തി കൈപ്പിടിയിൽ പിടിച്ചതും അവൻ ഒറ്റ നിമിഷം സ്തംഭിച്ചു പോയി. വാതിൽ മുഴുവൻ മുകളിൽ നിന്ന് താഴെ വരെ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. പുറത്തുനിന്ന് ആരും കയറാതിരിക്കാനല്ല, അകത്തുള്ള ഒരാൾ പുറത്തു പോകാതിരിക്കാനായിരുന്നു അത്. ബിയർ തിരിഞ്ഞ് നിക്കിയെ നോക്കി. അവൾ സോഫയിലിരുന്ന് അവനെ തന്നെ നോക്കി ചിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള കുറ്റബോധമില്ല. നിക്കി, ഇതെന്താ? അവൻ ശബ്ദം ഉയർത്തി ചോദിച്ചു. നിക്കി വളരെ നിസ്സാരമായി മറുപടി പറഞ്ഞു,
തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇന്ന് പോകണ്ട, എൻ്റെ കൂടെ എവിടെ നിന്നാൽ മതി. ആ വാക്കുകൾ കേട്ടതും ബിയറിൻ്റെ ഉള്ളിൽ എന്തോ തകർന്നു. ഇത് സ്നേഹമല്ല, തടവിലാക്കാനുള്ള ശ്രമമാണ്. അവനൊന്നും പറയാതെ ടേപ്പുകൾ ഓരോന്നായി വലിച്ചു കയറി വാതിൽ ബലമായി തുറന്ന് പുറത്തേക്കിറങ്ങി. പക്ഷേ പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി അവൻ തിരിഞ്ഞു നോക്കി. നിക്കി ഇപ്പോഴും അതേ സ്ഥാനത്ത് നിന്നുകൊണ്ട് അതേ ചിരിയോടെ അവനെ മാത്രം നോക്കി നിൽക്കുകയായിരുന്നു. ഒരു വിചിത്രമായ ഉറപ്പോടെ അവൻ തിരിച്ചു വരുമെന്ന വിശ്വാസം അവളുടെ മുഖത്ത് വ്യക്തമായിരുന്നു. ജോലി സ്ഥലത്തെത്തിയിട്ടും ബിയറിന്റെ മനസ്സ് അവിടെയായിരുന്നില്ല. വിശപ്പ് തോന്നിയപ്പോൾ നിക്കി തയ്യാറാക്കി നൽകിയ ലഞ്ച് ബോക്സ് അവൻ തുറന്നു. അത് തുറന്ന നിമിഷം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഭക്ഷണത്തിനൊപ്പം അവരിരുവരും ഒരുമിച്ചുള്ള ഫോട്ടോകൾ. പക്ഷേ അത് സാധാരണ ഫോട്ടോകളായിരുന്നില്ല. ബിയർ ഉറങ്ങി കിടക്കുമ്പോൾ അവൻ്റെ അറിവില്ലാതെ നിക്കി അവൻ്റെ അരികിൽ കിടന്നെടുത്ത സെൽഫികളായിരുന്നു അത്. ചിലതിൽ അവൾ അവനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു, ചിലതിൽ അവൻ്റെ മുഖത്ത് അവൾ ഉമ്മ വയ്ക്കുന്നു. ബിയറിൻ്റെ അറിവില്ലാതെ അവൻ്റെ സ്വകാര്യ നിമിഷങ്ങളെല്ലാം നിക്കിയുടെ ഫോണിൽ ഓർമ്മകളായി മാറിയിരിക്കുന്നു. അവന് വീണ്ടും അസ്വസ്ഥത തോന്നി. ആ ഫോട്ടോകൾ മാറ്റിവെച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് സാറ അവൻ്റെ അടുത്തേക്ക് വന്നത്. അവൾ പതിയെ അവൻ്റെ അടുത്ത് വന്നിരുന്നു. ശേഷം അവൾ പറഞ്ഞു, ബിയർ, ഞാനൊരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടരുത്. ബിയർ അവളെ നോക്കി. സാർ ചെറിയൊരു മടിയോടുകൂടി പറഞ്ഞു, എനിക്ക് പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ അവൾക്കൊരു സഹോദരനെ പോലെയാണെന്ന്. അങ്ങനെ ഒരു പെൺകുട്ടി ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും ഭ്രാന്തമായി പ്രണയിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്താ, ശരിയല്ലേ? നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. സാറയുടെ വാക്കിൽ കേട്ട് ബിയറിൻ്റെ മനസ്സിലെ സംശയം വീണ്ടും ശക്തമായി. അവൻ മിണ്ടാതെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പക്ഷേ ആദ്യത്തെ ഭക്ഷണവും വായിലിട്ടപ്പോൾ തന്നെ അവനൊന്ന് നിശ്ചലമായി. ഇതിനു മുമ്പ് ഒരിക്കലും അനുഭവിക്കാത്ത രുചി. അവൻ വീണ്ടും ശ്രദ്ധിച്ചു നോക്കി. ബ്രെഡിനടിയിലെ ഇറച്ചിക്ക് എന്തോ അസാധാരണമായ രുചി. അതോടൊപ്പം ലഞ്ച് ബോക്സിനുള്ളിൽ മടക്കി വെച്ചിരുന്ന ഒരു ചെറിയ കുറിപ്പും. വിറയ്ക്കുന്ന കൈകളോടെ അവനെ തുറന്നു വായിച്ചു. ആ കുറിപ്പ് വായിച്ചതും ബിയറിന്റെ ശരീരം തളർന്നുപോയി. കാരണം ആ ഇറച്ചി മരിച്ചുപോയ തന്റെ പ്രിയപ്പെട്ട പൂച്ചയുടേതാണെന്നാണ് ആ കുറിപ്പിൽ എഴുതിയിരുന്നത്. ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ അവന് കഴിഞ്ഞില്ല. ലഞ്ച് ബോക്സ് വലിച്ചെറിഞ്ഞ് അവൻ ഓടിച്ചെന്ന ഡസ്റ്റ്ബിന്നിലേക്ക് തലകുനിച്ചു. തുടർച്ചയായി ഛർദ്ദിക്കാൻ തുടങ്ങി. ശരീരം മാത്രമല്ല, മനസ്സും തകർന്നു പോയിരുന്നു. ആ ദിവസത്തിന് ശേഷം ബിയറിന്റെ ജീവിതത്തിൽ സമാധാനം എന്നൊന്നില്ലാതായി. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പോലും അവന്റെ മനസ്സിൽ മുഴുവൻ ഒരേ ഒരു ചിന്ത, ഇന്ന് വീട്ടിലെത്തുമ്പോൾ എന്തായിരിക്കും എന്നെ കാത്തിരിക്കുന്നത്. വൈകുന്നേരം അലൻ അവൻ്റെ അടുത്തേക്ക് വന്നു. മുഖത്ത് പതിവ് തമാശയൊന്നുമില്ല. ബിയർ, ഒരു കാര്യം പറയാനുണ്ട്. ഇരുവരും കാറിൽ യാത്ര ചെയ്യുമ്പോഴാണ് അലൻ സംസാരിക്കാൻ തുടങ്ങിയത്. ആദ്യം നീ പറഞ്ഞൊന്നും ഞാൻ വിശ്വസിച്ചില്ല, പക്ഷേ ഇപ്പോൾ എനിക്കും തോന്നുന്നുണ്ട് നിക്കിയുടെ മാനസികാവസ്ഥ ശരിയല്ല. ബിയർ നിശബ്ദനായി കേട്ടിരുന്നു. അലൻ തുടർന്നു, പക്ഷെ ഒരു കാര്യം, അവൾ ഈ അവസ്ഥയിൽ നിന്റെ അടുത്തേക്ക് വരുമ്പോൾ അവളെ ഒരിക്കലും ഉപയോഗിക്കരുത്. അവൾക്ക് ചികിത്സയാണ് വേണ്ടത്, പ്രണയമല്ല. ആ വാക്കുകൾ ബിയറിന്റെ മനസ്സിൽ തറച്ചു കയറി. കാരണം അവനും ഇപ്പോൾ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നിക്ക് പഴയ നിക്കായി തിരിച്ചു വരണം, അത്രമാത്രം. പിന്നീട് അലൻ വിഷയം മാറ്റി. ഇന്ന് രാത്രി എൻ്റെ വീട്ടിലൊരു ചെറിയ പാർട്ടിയുണ്ട്, നീ നിർബന്ധമായി വരണം. എനിക്ക് വരാൻ പറ്റില്ല, നിക്കി എന്നെ വിടില്ല, അവൻ പറഞ്ഞു. അലനെ ഇറക്കിവിട്ട ശേഷം ബിയർ കാറിൽ ഒറ്റയ്ക്കിരുന്നു. അപ്പോഴാണ് അവൻ്റെ കണ്ണ് ഡാഷ്ബോർഡിൽ കിടന്നിരുന്ന വൺ വിഷ് വില്ലയുടെ പാക്കറ്റിലേക്ക് പോയത്. ഒരു പ്രതീക്ഷയോടെ അവൻ അതിൽ എഴുതിയിരുന്ന കസ്റ്റമർ കെയർ സർവീസിലേക്ക് വിളിച്ചു. അല്പസമയത്തിന് ശേഷം മറുവശത്ത് ഫോൺ എടുത്തു. ബിയർ ഒട്ടും സമയം കളഞ്ഞില്ല. ഞാൻ നിങ്ങളുടെ വൺ വിഷ് വില്ല ഉപയോഗിച്ചു, പക്ഷേ ഇപ്പോൾ എനിക്ക് ആഗ്രഹം വേണ്ട. അത് ക്യാൻസൽ ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? മറുവശത്ത് നിന്നിരുന്ന ആൾ ശാന്തമായി മറുപടി പറഞ്ഞു, അത് സാധ്യമല്ല. ബിയർ വീണ്ടും അപേക്ഷിച്ചു, പ്ലീസ്, എൻ്റെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ എന്നെ ഭ്രാന്തമായ രീതിയിൽ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്ക് പഴയ ജീവിതം തിരിച്ചു വേണം. അല്പനേരം നിശബ്ദത. ശേഷം ആ മനുഷ്യൻ വളരെ തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു, ഒരിക്കൽ പറഞ്ഞ ആഗ്രഹം ഒരിക്കലും പിൻവലിക്കാൻ കഴിയില്ല. ആ മറുപടി കേട്ടപ്പോൾ ബിയറിൻ്റെ പ്രതീക്ഷ അവസാനിച്ചു. എന്നാലും അവൻ അവസാനമായി ഒരു ചോദ്യം ചോദിച്ചു, എങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയെങ്കിലുമുണ്ടോ? മറുവശത്ത് നിന്ന് വന്ന മറുപടി അവൻ്റെ രക്തം പോലും തണുപ്പിച്ചു. ഉണ്ട്. ആ വരം അവസാനിക്കണമെങ്കിൽ ആ ആഗ്രഹം പറഞ്ഞ ആളാണ് മരിക്കേണ്ടത്. ആ ഒരു വാചകം പറഞ്ഞ ശേഷം മറുവശത്തുണ്ടായിരുന്ന ആൾ ഫോൺ കട്ട് ചെയ്തു. സ്റ്റിയറിംഗിൽ കൈവച്ച് ബിയർ കുറച്ചു നേരം അനങ്ങാതിരുന്നു. അവൻ്റെ മനസ്സിൽ ഒരേ ഒരു വാചകം മാത്രം മുഴങ്ങിക്കൊണ്ടിരുന്നു, നീ മരിക്കണം. അവൻ മരിച്ചാൽ മാത്രമേ എനിക്ക് ആ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരൂ. ആ സത്യം അവൻ്റെ ഉള്ളിൽ പതിയെ ഭയമായി മാറി. അല്പസമയത്തിന് ശേഷം അവൻ വീട്ടിലേക്ക് മടങ്ങി. വീട്ടുവാതിൽ തുറന്നതും അവൻ്റെ കാലിൽ നേരത്തെ ഉറങ്ങിപ്പോയി. രാവിലെ ജോലിക്ക് പോകുമ്പോൾ വാതിലിനരികിൽ നിന്നുകൊണ്ട് ചിരിച്ച നിക്കയെ അവൻ കണ്ടിരുന്നു. ഇപ്പോൾ വൈകുന്നേരമായിട്ടും അതേ സ്ഥാനത്ത് അതേ ചിരിയോടെ അവൾ ഇപ്പോഴും നിൽക്കുകയാണ്. ഒരിഞ്ച് പോലും അനങ്ങിയിട്ടില്ല. വസ്ത്രങ്ങൾ മുഴുവൻ മലിനമായിരിക്കുന്നു. ശരീരത്തിൽ നിന്ന് അസഹ്യമായ ദുർഗന്ധം. എന്നിട്ടും അവളുടെ കണ്ണുകളിൽ സന്തോഷം മാത്രം. ബിയറിനെ കണ്ടതും അവൾ സന്തോഷത്തോടെ പറഞ്ഞു, നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ നിന്നത്. ആ നിമിഷം ബിയറിൻ്റെ മനസ്സിൽ ഒരു കാര്യം ഉറപ്പായി, ഇത് പ്രണയമല്ല, ഇത് മനുഷ്യബുദ്ധിക്ക് അതീതമായ ഒരു ഒബ്സഷനാണ്. അത് ഇനി ഓരോ ദിവസവും ഇവളിൽ കൂടുതൽ ഭീകരമാകാൻ പോകുന്നു. ആ ദിവസം മുതൽ ബിയറിൻ്റെ ജീവിതം ഒരു തടവറയായി മാറി. വീടിനുള്ള ഓരോ നിമിഷവും അവൻ ഭയത്തോടെയാണ് ജീവിച്ചത്. നിക്കിയുടെ കണ്ണുകളിൽ ഇപ്പോൾ പ്രണയമല്ല, സ്വന്തമാക്കാനുള്ള ഭ്രാന്താണ് നിറഞ്ഞിരുന്നത്. എന്നിട്ടും അവളെ ഉപേക്ഷിച്ച് പോകാൻ ബിയറിന് കഴിഞ്ഞില്ല.
കാരണം ഇതിലെല്ലാം കാരണക്കാരൻ താനാണെന്ന് അവനറിയാമായിരുന്നു. അന്ന് രാത്രി ബിയർ നിക്കിയോട് പറഞ്ഞു, ഇന്ന് എനിക്കൊരു പാർട്ടിക്ക് പോകണം. അത് കേട്ടതും നിക്കി ചിരിച്ചു. ഞാനും വരാം. ബിയർ ഉടൻ തന്നെ തലകുലുക്കി. ഇല്ല, ഇത് ബോയ്സ് പാർട്ടിയാണ്. നിക്കിയുടെ മുഖം പെട്ടെന്ന് മാറി. അല്ല, അവിടെ സാറിയും വരുന്നുണ്ടെന്ന് ഞാൻ കേട്ടല്ലോ. ആ ചോദ്യം കേട്ട് ബിയർ ഒന്ന് പതറി. അവൾക്ക് ഇങ്ങനെ അതറിയാം. സാറ വരുമെങ്കിൽ ഞാനും വരും. അവളുടെ ശബ്ദത്തിൽ വാശിയായിരുന്നു. ബിയർ എത്ര പറഞ്ഞിട്ടും അവൾ സമ്മതിച്ചില്ല. ഒടുവിൽ മറ്റൊരു വഴിയില്ലാതെ നിക്കിയും കൂട്ടി അവൻ പാർട്ടിയിലേക്ക് പുറപ്പെട്ടു. അവളോട് സംസാരിച്ചാലും ആരെ നോക്കിയാലും അവളുടെ കണ്ണുകൾ അത് പിന്തുടരുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചേർന്നൊരു ഗെയിം കളിക്കാൻ തീരുമാനിച്ചു. ടേബിളിൻ്റെ മുകളിൽ കുറേ മരകഷ്ണങ്ങൾ, ഓരോരുത്തരും ഓരോന്നായി എടുക്കണം. അതിലെഴുതിയിരിക്കുന്ന കാര്യം ചെയ്യണം. ഗെയിം തുടങ്ങി. ആദ്യത്തെ കുറച്ച് ടേണുകൾ ചിരിയിലും തമാശയിലും കടന്നു. അല്പ സമയത്തിന് ശേഷം ബിയറിൻ്റെ ടേണെത്തി. അവനൊരു മരകഷ്ണം എടുത്തു. അതിലെഴുതിയിരുന്നത്, നിന്റെ വലതുവശത്തിരിക്കുന്ന ആളെ ചുംബിക്കുക. ബിയർ പതിയെ വലതുവശത്തേക്ക് നോക്കി. അവിടെ സാറ ഇരിക്കുകയായിരുന്നു. ഒരു നിമിഷം അവൻ്റെ മുഖം വിളറി. സാറയും ഒന്നും മിണ്ടാതിരുന്നു. ഇരുവരുടെയും കണ്ണുകൾ ഒരേ സമയം നിക്കിയിലേക്ക് തിരിഞ്ഞു. അവൾ എന്തു ചെയ്യുമെന്ന ഭയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പാർട്ടി മുഴുവൻ നിശബ്ദമായി. അടുത്ത നിമിഷം നിക്കി പതിയെ എഴുന്നേറ്റു. ഒന്നും മിണ്ടാതെ സാറയുടെ പിന്നിലേക്ക് നടന്നു. സാറയുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. ആ നിശബ്ദതയിൽ ഓരോരുത്തരുടെയും ഹൃദയമിടിപ്പ് പോലും കേൾക്കാമായിരുന്നു. പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് സംഭവിച്ചത്. നിക്കി സാറെ ആക്രമിച്ചില്ല. പകരം അവളുടെ കസാര പതിയെ പിന്നിലേക്ക് വലിച്ചു മാറ്റി. ശേഷം സ്വയം ബിയറിൻ്റെ വലതുവശത്ത് വന്നിരുന്നു. മുഖത്ത് അവിചിത്രമായ പുഞ്ചിരി. ഇപ്പോൾ നിന്റെ വലതുവശത്തിരിക്കുന്നത് ഞാനല്ലേ, അപ്പോൾ ചുംബിക്കൂ, അവൾ പറഞ്ഞു. ആ നിമിഷം അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും മുഖത്ത് ഒരേ ഭാവമായിരുന്നു. ഭയം, അസ്വസ്ഥത. ബിയറിന് വേറെ വഴിയില്ലായിരുന്നു. അവൻ പതിയെ നിക്കിയുടെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി. ആ ചുംബനത്തിന് ശേഷം പാർട്ടി മുഴുവൻ കുറച്ചു നേരം നിശബ്ദമായി. നിക്കിയുടെ മുഖത്ത് നിറഞ്ഞു നിന്നത് ഒരു വിചിത്രമായ വിജയത്തിൻ്റെ പുഞ്ചിരിയായിരുന്നു. എന്നാൽ ആ പുഞ്ചിരി അധികം നേരം നീണ്ടില്ല. അവൾ പെട്ടെന്ന് എല്ലാവരെയും നോക്കി സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾക്കാർക്കും യഥാർത്ഥ പ്രണയം എന്താണെന്നറിയില്ല. ഒരാളെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുക എന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് ബിയറാണ്. അവൾ ഓരോ വാക്ക് പറയുമ്പോഴും ശബ്ദത്തിൽ ഒരു അസ്വാഭാവികത പ്രകടമായിരുന്നു. അതുവരെ കണ്ടിരുന്ന നിക്കിയല്ല, മറ്റാരോ സംസാരിക്കുന്നത് പോലെ. പക്ഷേ അടുത്ത നിമിഷം അവളുടെ മുഖം പെട്ടെന്ന് മാറി. കണ്ണുകളിൽ ഭയം നിറഞ്ഞു. സ്വന്തം ശരീരത്തിന് മേൽ നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരാളുടെ ഭാവം. ഇത് ഞാനല്ല, ഞാൻ ഇങ്ങനെയല്ല. ആരും എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുകയാണ്, അവൾ വിറച്ചുകൊണ്ട് നിലവിളിച്ചു പറഞ്ഞു. എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കുന്നതിന് മുമ്പേ ടേബിളിലുണ്ടായിരുന്ന ഒരു ഗ്ലാസ് ബോട്ടിൽ അവൾ കയ്യിലെടുത്തു. ഒരു നിമിഷം അത് നിലത്തേക്ക് ശക്തിയായി അടിച്ചു പൊട്ടിച്ചു. ചില്ലുകൾ നാലുപാടും ചിതറി തെറിച്ചു. എല്ലാവരും പേടിച്ച് പിന്നിലേക്ക് മാറി. ബിയർ അവളുടെ അടുത്തേക്ക് ഓടാൻ ശ്രമിച്ചു. പക്ഷെ അതിനു മുമ്പേ പൊട്ടിയ ഗ്ലാസിൻ്റെ മൂർച്ചയുള്ള കഷ്ണം അവളെടുത്തു. ശേഷം യാതൊരു മടിയുമില്ലാതെ സ്വന്തം കണ്ണിലേക്ക് ആ ഗ്ലാസ് പലതവണ കുത്താൻ തുടങ്ങി. രക്തം മുഖമാകെ ഒഴുകി. അവിടെ കൂടിയിരുന്നവർ ഭയന്ന് നിലവിളിച്ചു. ചിലർ കണ്ണുകൾ പൊത്തി, ചിലർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ ബിയർ മാത്രം അനങ്ങാതെ നിന്നു. കാരണം അവനിപ്പോൾ എല്ലാം മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഇത് നിക്കിയല്ല, ആ ശാപമാണ്. അത് പതിയെ അവളെ പൂർണ്ണമായി കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം നിക്കി വീണ്ടും ശാന്തിയായി. മുഖത്ത് രക്തമൊഴുകിയാണ്. കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പക്ഷേ അവൾ അതൊന്നും അറിയാത്തതുപോലെ ചുറ്റും നോക്കി. എല്ലാവരും എന്നെ എന്താ ഇങ്ങനെ നോക്കുന്നത്, അവൾ ചോദിച്ചു. അവളുടെ മുഖത്ത് ആശയക്കുഴപ്പം മാത്രം. അല്പനിമിഷങ്ങൾക്ക് മുമ്പ് നടന്നതൊന്നും അവൾക്ക് ഓർമ്മയില്ലായിരുന്നു. ബിയർ ഉടനെ തന്നെ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അവളുടെ വിചിത്രമായ പെരുമാറ്റം കണ്ട ഡോക്ടർമാർ പോലും അവളെ ചികിത്സിക്കാൻ മടിച്ചു. ഒടുവിൽ മറ്റൊരു വഴിയുമില്ലാതെ ബിയർ അവളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. കാറിൻ്റെ പിൻസീറ്റിൽ രക്തം നിറഞ്ഞ മുഖവുമായി എനിക്ക് ശാന്തമായി ബിയറിൻ്റെ തോളിൽ തല ചായച്ചുറങ്ങുകയായിരുന്നു. അവളെ നോക്കിയപ്പോൾ ബിയറിൻ്റെ ഉള്ളിൽ സ്നേഹമല്ല, കുറ്റബോധമായിരുന്നു. ഇതെല്ലാം എൻ്റെ തെറ്റാണ്. ആ ചിന്ത അവനെ ഉള്ളിൽ നിന്ന് തകർത്തുകൊണ്ടിരുന്നു. വീട്ടിലെത്തിയ ശേഷം ബിയർ നിക്കിയെ സോഫയിലിരുത്തി ശാന്തമായി ചോദിച്ചു, നിക്കി, ഇന്ന് പാർട്ടിയിൽ എന്താണ് ചെയ്തതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നിക്കി തലകുലുക്കി. ഓർമ്മയുണ്ട്. എനിക്ക് സാറയെ കണ്ടപ്പോൾ ദേഷ്യം വന്നു. അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ആ ദേഷ്യത്തിൽ ഞാൻ അറിയാതെ അങ്ങനെ ചെയ്തു പോയി. എന്നോട് ക്ഷമിക്കൂ ബിയർ. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. പക്ഷേ ബിയർ അവളുടെ കൈകൾ പിടിച്ച് വളരെ ശാന്തമായി പറഞ്ഞു, നിക്കി, എന്നെ സ്നേഹിക്കുന്നവർ വേറെ ഉണ്ടായാലും എനിക്ക് സ്നേഹം നിന്നോടല്ലേ. പക്ഷേ ഇപ്പോൾ നീ ആ പഴയ നിക്കിയല്ല. നിന്നെ എനിക്ക് തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല. ആ വാക്കുകൾ നിക്കിയുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. അവളുടെ മുഖത്ത് പുഞ്ചിരി അപ്രത്യക്ഷമായി. പകരം ഒരിക്കലും അവസാനിക്കാത്ത സങ്കടം അവിടെ നിറഞ്ഞു. അത് അവരുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ഭീകര രാത്രിയിലേക്ക് നയിക്കാൻ പോകുന്നതിൻ്റെ തുടക്കമായിരുന്നു. ബിയറിൻ്റെ വാക്കുകൾ കേട്ടതോടെ നിക്കിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് ആദ്യമായി തോന്നി. അവൾ ചോദിച്ചു, ബിയർ, ഞാൻ എന്താണ് ചെയ്യുന്നത്? നീ പറയുന്നത് പോലെയൊക്കെ ഞാൻ മാറാം. നിനക്കിഷ്ടമുള്ള ആളായി ഞാൻ ജീവിക്കാം. പക്ഷെ ദയവായി എന്നെ വിട്ടു പോകരുത്. അവൾ കരഞ്ഞുകൊണ്ട് ബിയറിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ബിയറിൻ്റെ മനസ്സും തകർന്നുപോയി. കാരണം അവൻ്റെ മുന്നിൽ നിൽക്കുന്നത് അവൻ സ്നേഹിച്ച നിക്കിയുടെ ശരീരമായിരുന്നു. അവൻ പതിയെ അവളുടെ കൈകൾ പിടിച്ചു മാറ്റി. നിക്കി, എനിക്കിപ്പോൾ കുറച്ച് സമയം വേണം.
നമ്മൾ രണ്ടുപേരും കുറച്ച് ദിവസം അകന്നു നിൽക്കുന്നതാണ് നല്ലത്. അപ്പോൾ ചിലപ്പോൾ എല്ലാം പഴയതുപോലെയാകും. ആ വാക്കുകൾ കേട്ടതും നിക്കിയുടെ മുഖം വിളറി. അവൾക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അകന്നു നിൽക്കാനോ? എന്നിൽ നിന്ന് അവളുടെ ശബ്ദം പതിയെ പൊട്ടിക്കരച്ചിലായി മാറി. ബിയർ, നീ എന്നെ വെറുക്കാൻ തുടങ്ങിയോ? ഇല്ല, എനിക്ക് നീ ജീവനാണ്. പക്ഷേ ഇപ്പോൾ നീയല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ബിയർ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. അവളൊരു വാക്കുപോലും പറയാതെ പതിയെ പിന്നിലേക്ക് നടന്നു. പക്ഷേ അത് ഒരു സാധാരണ നടത്തമായിരുന്നില്ല. ശരീരം മുന്നോട്ടല്ല, പിന്നോട്ട് പതിയെ വലിഞ്ഞു നീങ്ങുകയായിരുന്നു. ഇരുട്ടിൽ അവളുടെ കണ്ണുകൾ മാത്രമേ തിളങ്ങുന്നുണ്ടായിരുന്നു. പതിയെ അവളുടെ ചുണ്ടിൽ വീണ്ടും ആ വിചിത്രമായി ചിരി വിരിഞ്ഞു. ബിയർ, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല, നീ പേടിക്കണ്ട. അവൾ പറഞ്ഞ ഓരോ വാക്കും ബിയറിൻ്റെ ഭയം വർദ്ധിപ്പിക്കുകയായിരുന്നു. അടുത്ത നിമിഷം അവൾ പെട്ടെന്ന് ബിയറിൻ്റെ നേരെ ഓടി വരാൻ തുടങ്ങി. ബിയർ പേടിച്ച് പിന്നിലേക്ക് മാറി. പക്ഷേ അവൻ്റെ അടുത്തെത്തുന്നതിന് തൊട്ടു മുമ്പ് നീക്കി നിന്നു. മുഖത്ത് വീണ്ടും അതേ ചിരി. കണ്ടോ, ഞാനൊന്നും ചെയ്തില്ലല്ലോ. അത് കണ്ട് ബിയറിൻ്റെ ശബ്ദം വിറച്ചു. പ്ലീസ്, റൂമിൽ പോയി കിടക്ക്, നമുക്ക് നാളെ സംസാരിക്കാം. കുറച്ചു നേരം അവനെ തന്നെ നോക്കി നിന്ന ശേഷം നീക്കി പതിയെ തിരിഞ്ഞ് ബെഡ്റൂമിലേക്ക് നടന്നു. വാതിലടഞ്ഞു. ബിയറിന് ചെറിയൊരു ആശ്വാസമായി. പക്ഷേ ആ ആശ്വാസം അധിക നേരം നീണ്ടില്ല. റൂമിനുള്ളിൽ നിന്ന് സാധനങ്ങൾ നിലത്ത് വീഴുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. കണ്ണാടികൾ പൊട്ടുന്ന ശബ്ദം, ഫർണിച്ചറുകൾ മറിഞ്ഞു വീഴുന്ന ശബ്ദം, ആരോ ഭ്രാന്തമായി എല്ലാം തല്ലി തകർക്കുന്നത് പോലെ. ബിയർ ഓടി ചെന്ന് വാതിൽ തുറന്നു. അകത്ത് നിക്കിയെല്ലാം വലിച്ചെറിഞ്ഞ് തകർക്കുകയായിരുന്നു. അവളെ ശാന്തമാക്കാൻ മറ്റൊരു വഴിയും അവനുണ്ടായിരുന്നില്ല. അവൻ വീണ്ടും അവളുടെ അരികിൽ ചെന്നിരുന്നു. പതിയെ അവളെ ചേർത്ത് പിടിച്ചു. അല്പസമയത്തിനകം ഒരു കുഞ്ഞിനെ പോലെ നിക്കി അവൻ്റെ നെഞ്ചിൽ തലചായ്ച്ചുറങ്ങി. പക്ഷേ ആ രാത്രി മുഴുവൻ ഉറങ്ങാതെ കിടന്നത് ബിയറായിരുന്നു. അവളുടെ അരികിൽ കിടന്നിരുന്നുവെങ്കിലും അവൻ്റെ കണ്ണുകളിൽ ഉറക്കമല്ല, മരണഭയമായിരുന്നു. പുലർച്ചയോടെ അവൻ്റെ ഫോൺ പതുക്കെ വൈബ്രേറ്റ് ചെയ്തു. സ്ക്രീനിൽ തെളിഞ്ഞ പേര് സാറ. ബിയർ പതിയെ ഫോൺ എടുത്തു. മറുവശത്ത് സാറയുടെ ശബ്ദം. ബിയർ, എത്രയും പെട്ടെന്ന് വീടിന് പുറത്തേക്ക് വാ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ബിയർ നിക്കിയെ നോക്കി. അവൾ നല്ല ഉറക്കത്തിലായിരുന്നു. അവളെ ഉണർത്താതെ വളരെ പതുക്കെ കട്ടിൽ നിന്ന് എണീറ്റു. എന്നിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് നിക്കിയുടേതായിരുന്നു. പക്ഷേ അവൾ ഇപ്പോഴും ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിൽ തന്നെ അവൾ പതുക്കെ പറയാൻ തുടങ്ങി. ബിയർ, നിനക്ക് കഴിയുമെങ്കിൽ എന്നെ ഒന്ന് കൊന്നു കളയുമോ? ബിയർ ഒറ്റ നിമിഷം നിശ്ചലമായി. അവൻ പതിയെ തിരിഞ്ഞു നോക്കി. നിക്കി കണ്ണടച്ച് തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ അവളുടെ ചുണ്ടുകൾ ഇപ്പോഴും ചലിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നില്ല. ഞാനല്ല, ആരോ എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുകയാണ്. അവൾ ഉണരുന്നതിന് മുമ്പ് ദയവായി എന്നെ കൊന്നു കളയും. ആ വാക്കുകൾ ബിയറിൻ്റെ ഹൃദയം കീറി മുറിച്ചു. ആദ്യമായി നിക്കിയുടെ യഥാർത്ഥ മനസ്സ് ആ ശാപത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് അവന് വ്യക്തമായി. അവൾക്കെല്ലാം അറിയാം. പക്ഷേ സ്വന്തം ശരീരം പോലും നിയന്ത്രിക്കാൻ അവൾക്കാവുന്നില്ല. കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞെങ്കിലും ബിയർ ഒന്നും പറയാതെ പുറത്തേക്ക് നടന്നു. വീടിന് പുറത്ത് സാറ കാത്തു നിൽക്കുകയായിരുന്നു. ബിയർ കാറിൽ കയറിയ ഉടൻ തന്നെ സാറ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിനക്കിപ്പോൾ ഉറക്കമൊന്നും കിട്ടുന്നില്ലേ? അവൾ ചോദിച്ചു. ബിയർ മിണ്ടിയില്ല. സാറ തുടർന്നു. നിക്കിയുടെ അവസ്ഥ ഞാൻ കണ്ടു. അവൾക്ക് ചികിത്സ ആവശ്യമാണ്. ഈ പ്രശ്നം നിന്റെ ചുമലിൽ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അവൾ കുറച്ചു നേരം നിശബ്ദയായി. ശേഷം വർഷങ്ങളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന സത്യം അവൾ തുറന്നു പറഞ്ഞു. ആ പാർട്ടിയിൽ നീ കൊടുക്കേണ്ടിയിരുന്ന ചുംബനം യഥാർത്ഥത്തിൽ എനിക്കായിരുന്നു. ബിയർ അവളെ അത്ഭുതത്തോടെ നോക്കി. സാറ ചെറുതായി പുഞ്ചിരിച്ചു. അതെ എന്ന ചിന്ത മാത്രം. അവൻ മറുപടി പറയാൻ ശ്രമിച്ച അതേ നിമിഷം കാറിൻ്റെ സൈഡ് ഗ്ലാസ് ഒറ്റയടിക്ക് തകർന്നു ചിതറി. സാറ പോലും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കും മുമ്പ് രക്തം പുരണ്ട കൈകൾ അകത്തേക്ക് നീണ്ടുവന്നു. അത് നിക്കിയായിരുന്നു. അവളുടെ കണ്ണുകളിൽ ഇനി മനുഷ്യൻ്റെ ഒരു ഭാവവും ഉണ്ടായിരുന്നില്ല, മൃഗീയമായ കോപം മാത്രം. അടുത്ത നിമിഷം സ്റ്റിയറിംഗ് ലോക്കിനരികിൽ കിടന്നിരുന്ന ഭാരമുള്ള കല്ല് അവൾ കയ്യിലെടുത്തു. സാറയുടെ തല അതിലേക്ക് അമർത്തി പിടിച്ചു. പിന്നെ ഒരിക്കൽ, രണ്ടു വട്ടം, വീണ്ടും 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 ഒരു ദയവുമില്ലാതെ അവളുടെ തല സ്റ്റിയറിംഗിലേക്ക് ഇടിച്ചുകൊണ്ടേയിരുന്നു. കാറിനുള്ളിൽ മുഴുവൻ രക്തം ചിതറി. ബിയർ ഷോക്കറ്റ് അനങ്ങാൻ പോലും കഴിയാതെ സീറ്റിൽ തന്നെയിരുന്നു. അവൻ്റെ മുന്നിൽ ഒരു ഭീകര ദുരന്തം ആരംഭിക്കുകയായിരുന്നു. എല്ലാം ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ സംഭവിച്ചു. നിക്കിയുടെ കണ്ണുകളിൽ കരുണയുടെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. അവളുടെ കയ്യിലുണ്ടായിരുന്ന ഭാരമുള്ള കല്ല് വീണ്ടും വീണ്ടും സാറയുടെ തലയിലേക്ക് പതിച്ചുകൊണ്ടേയിരുന്നു. ഓരോ പ്രഹരത്തിനൊപ്പവും കാറിൻ്റെ ഗ്ലാസ്സിൽ രക്തം തെറിച്ചു വീണു. സാറയുടെ നിലവിളി അല്പസമയത്തേനും നിശബ്ദമായി. കാറിനുള്ളിൽ ബാക്കിയുണ്ടായിരുന്നത് രക്തത്തിൻ്റെ ഗന്ധവും മരണത്തിൻ്റെ നിശബ്ദതയും മാത്രം. ബിയറിന് ഇറങ്ങാൻ പോലും കഴിഞ്ഞില്ല. അവൻ്റെ മുന്നിൽ താൻ സ്നേഹിച്ച പെൺകുട്ടി ഒരു കൊലപാതകം ചെയ്തിരിക്കുന്നു. അല്പനേരം കഴിഞ്ഞ് എനിക്ക് പതിയെ ബിയറുടെ അടുത്തേക്ക് നടന്നു വന്നു. അവളുടെ മുഖം മുഴുവൻ രക്തം. പക്ഷേ ആ ചുണ്ടുകളിൽ വീണ്ടും അതേ വിചിത്രമായ പുഞ്ചിരി. വളരെ ശാന്തമായ ശബ്ദത്തിൽ അവൾ പറഞ്ഞു, ബിയർ, നിന്നെ ഞാൻ ഒരിക്കലും ഉപദ്രവിക്കില്ല. പക്ഷേ ഇതിനെല്ലാം കാരണം നീയാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ ബിയറിൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ മാഞ്ഞുപോയി. അതെ, അവൾ പറഞ്ഞത് സത്യമായിരുന്നു. ഇതെല്ലാം ആരംഭിച്ചത് തൻ്റെ ഒരു ആഗ്രഹത്തിൽ നിന്നായിരുന്നു. വൺ വിഷ് വില്ലോ. അവൻ നടത്തിയ ഒരൊറ്റ വിഷ് ഇപ്പോൾ ഓരോ ജീവനുകളും കവർന്നെടുക്കുകയാണ്. നിക്കി സാറയുടെ ജീവനറ്റ ശരീരത്തിലേക്ക് വിരൽ ചൂണ്ടി.
ഇവിടെ വിട്ടാൽ എല്ലാവരും കണ്ടുപിടിക്കും. വാ, നമുക്ക് ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. വീർ ആദ്യം ശക്തമായി എതിർത്തു. ഇല്ല, ഇത് തെറ്റാണ്. പക്ഷേ നിക്കി അവനെ മാത്രം നോക്കി. ആ നോട്ടത്തിൽ സ്നേഹമല്ല, ഭീഷണിയായിരുന്നു. അവസാനം മറ്റൊരു വഴിയില്ലാതെ വീർ അവളെ സഹായിച്ചു. ഇരുവരും ചേർന്ന് സാറയുടെ മൃതദേഹം കാറിൻ്റെ പിൻസീറ്റിലേക്ക് മാറ്റി. ആ യാത്രയിൽ ഒരു വാക്കുപോലും ആരും സംസാരിച്ചില്ല. എഞ്ചിൻ്റെ ശബ്ദം മാത്രം മരണത്തിൻ്റെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. സാറയുടെ മൃതദേഹം വീടിനുള്ളിൽ ഒളിപ്പിച്ച ശേഷം ഒന്നും പറയാതെ അവൻ വീടിന് പുറത്തേക്ക് ഓടി. നിക്കി പിന്നിൽ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവനതൊന്നും കേട്ടില്ല. കാർ നേരെ പോയി നിന്നത് ആ ദുരൂഹമായ കടയുടെ മുന്നിലായിരുന്നു. വൺ വിഷ് പില്ലോ വാങ്ങിയ അതേ കട. കടയ്ക്കുള്ളിലേക്ക് കയറിയ ബിയർ നടന്നതെല്ലാം ഒരു ഒറ്റ ശ്വാസത്തിൽ കടയുടമയോട് പറഞ്ഞു, എന്നെ രക്ഷിക്കണം. എനിക്ക് ശാപത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അവൾ ആളുകളെ കൊല്ലുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എല്ലാം കേട്ട ശേഷം കടയുടമ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. ശേഷം ഒരു പുതിയ വൺ വിഷ് വില്ലോ എടുത്ത് ബിയറിൻ്റെ കയ്യിൽ കൊടുത്തു. ഇത് നിനക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, പക്ഷേ മറ്റൊരാളെ കൊണ്ട് ഉപയോഗിപ്പിക്കാൻ കഴിയും. ബിയറിൻ്റെ കണ്ണുകളിൽ വീണ്ടും പ്രതീക്ഷ തെളിഞ്ഞു. അതായത് നിന്റെ ജീവിതം പഴയതുപോലെ ആകണമെന്ന ആഗ്രഹം മറ്റൊരാൾ ഈ വില്ലോ ഉപയോഗിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ നിന്റെ ശാപം അവസാനിച്ചേക്കാം. ആ വാക്കുകൾ കേട്ടതും ബിയർ ഒരു നിമിഷം പോലും കളഞ്ഞില്ല. പ്രതീക്ഷയുമായി അവൻ നേരെ അലൻ്റെ വീട്ടിലേക്ക് പാഞ്ഞു. കാരണം ഇനി തൻ്റെ ജീവിതം രക്ഷിക്കാൻ കഴിയുന്ന ഒരേയൊരു മനുഷ്യൻ അലനായിരുന്നു. ആശയക്കുഴപ്പവും ഭയവും നിറഞ്ഞ മനസ്സോടെ ബിയർ നേരെ അലൻ്റെ വീട്ടിലെത്തി. കാറിൽ നിന്നിറങ്ങിയ ഉടൻ അവൻ അലൻ്റെ കയ്യിൽ വൺ വിഷോ വില്ലോ കൊടുത്തു. എടാ, ഞാൻ പറയുന്നത് പോലെ മാത്രം ചെയ്യണം. ഈ വില്ലോ ഓടിച്ച് ഒരാഗ്രഹം പറയണം. അലനൊന്നും മനസ്സിലായില്ല. ഇതെന്താടാ, തമാശ പറയുകയാണോ? കാര്യം പറ. പക്ഷെ ബിയറിൻ്റെ മുഖം കണ്ടപ്പോൾ ഇത് തമാശയല്ലെന്ന് അവന് മനസ്സിലായി. ദയവായി എൻ്റെ ജീവിതം രക്ഷിക്കാൻ ഇനി നീ മാത്രമേ ഉള്ളൂ, ബിയർ അപേക്ഷിച്ചു. അലനൊടുവിൽ വില്ലോ കയ്യിലെടുത്തു. ശരി, എന്താണ് പറയേണ്ടത്? എൻ്റെ ജീവിതത്തിൽ നടന്നതെല്ലാം പഴയതുപോലെ ആകണമെന്ന് പറ. ആഗ്രഹിക്ക്, ബിയർ പ്രതീക്ഷയോടെ പറഞ്ഞു. അലൻ ചെറിയൊരു ചിരിയോടെ വില്ലോയിലേക്ക് നോക്കി. പക്ഷേ അവനിപ്പോഴും ഇതെല്ലാം അന്ധവിശ്വാസം മാത്രമായിരുന്നു. ആദ്യം ഇത് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. അങ്ങനെ പറഞ്ഞ് അവൻ കണ്ണടച്ചു. എനിക്കൊരു $1 മില്യൺ കിട്ടട്ടെ. അടുത്ത നിമിഷം അവൻ വില്ല് ഓടിച്ചു. കൊമ്പൊടിഞ്ഞ ശബ്ദം കേട്ടതും ആകാശത്ത് നിന്ന് എന്തോ മഴ പോലെ വീഴാൻ തുടങ്ങി. പച്ച നിറത്തിലുള്ള നോട്ടുകൾ, ഡോളർ കെട്ടുകൾ ഒന്നിന് പിന്നാലെ ഒന്നായി താഴേക്ക് പതിച്ചു. അല നമ്പറിന് മുകളിലേക്ക് നോക്കി. ഇത് സത്യമാണോ? അവൻ വിറച്ച ശബ്ദത്തിൽ ചോദിച്ചു. ബിയറിൻ്റെ മുഖം വളറി. കാരണം ആ നിമിഷം അവന് മനസ്സിലായി, അലനും തൻ്റെ ആഗ്രഹം പാഴാക്കിയിരിക്കുന്നു. ഒരാൾക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രം, അത് കഴിഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കാൻ കഴിയില്ല. ബിയർ തലയിൽ കൈവച്ചു. അവസാന പ്രതീക്ഷയും നഷ്ടമായിരുന്നു. മറ്റൊരു വഴിയുമില്ലാതെ അവൻ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു. വീടിനുള്ളിൽ കയറിയതും അവൻ്റെ കാലുകൾ നിശ്ചലമായി. അവൻ്റെ മുന്നിൽ സാറയുടെ മൃതദേഹം ഒരു കസേരയിൽ ഇരുത്തിയിരിക്കുന്നു. പക്ഷേ അതൊരു മൃതദേഹം എന്നൊരു ഒരു മനുഷ്യ മനസ്സിനെ തകർക്കുന്ന ഒരു ഭീകര കാഴ്ചയായിരുന്നു. അസൂയയുടെ ഭ്രാന്തിൽ നിക്കി സാറയുടെ മൃതദേഹത്തെ പോലും വികൃതമാക്കിയിരിക്കുന്നു. ഒരു നിമിഷം പോലും അതിലേക്ക് നോക്കി നിൽക്കാൻ ബിയറിന് കഴിഞ്ഞില്ല. അവൻ മുഖം തിരിച്ചു. അതേസമയം മുറിയുടെ ഇരുണ്ട കോണിൽ നിന്ന് ഒരു ലൈറ്ററിൻ്റെ ശബ്ദം. ഒരു സിഗരറ്റ് കത്തിച്ച് പുക പതിയെ മുകളിലേക്ക് ഉയർത്തി ആ പുകയ്ക്കടിയിൽ നിന്ന് നിക്കി പതിയെ മുന്നോട്ട് നടന്നു വന്നു. ഒരു കയ്യിൽ സിഗരറ്റ്, മറ്റേ കയ്യിൽ ഒരു പിസ്റ്റൾ. അവളുടെ കണ്ണുകളിൽ ഇനി സ്നേഹമില്ല, ധൈര്യമില്ല. പിസ്റ്റൾ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ ബിയറിൻ്റെ മുന്നിലേക്ക് വന്നു നിന്നു. വളരെ ശാന്തമായി ചോദിച്ചു, ബിയർ, നിനക്കെന്നെ ഇഷ്ടമല്ലല്ലേ? അത് പറഞ്ഞ ഉടനെ പിസ്റ്റൾ അവൻ്റെ നേരെ ചൂണ്ടുമെന്ന് ബിയർ കരുതി. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അവൾ പിസ്റ്റൾ താഴേക്കിട്ടു. അടുത്തുണ്ടായിരുന്ന ഇരുമ്പ് വസ്തു എടുത്ത് സ്വന്തം തലയിൽ പലതവണ അടിക്കാൻ തുടങ്ങി. നിനക്കെന്നെ ഇഷ്ടമില്ല, നീ എന്നെ വിട്ടുപോകും, എല്ലാം എൻ്റെ തെറ്റാണ്. ഓരോ പ്രഹരത്തിനൊപ്പവും അവളുടെ കരച്ചിൽ ഉച്ചത്തിലായി. ബിയർ ഓടിച്ചെന്ന് അവളെ തടഞ്ഞു. മതി നിക്കി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പ്ലീസ് ഇങ്ങനെയൊന്നും ചെയ്യരുത്. ആ വാക്കുകൾ കേട്ടതും ഒരു നിമിഷം കൊണ്ട് അവൾ ശാന്തയായി. മുഖത്ത് വീണ്ടും അതേ പുഞ്ചിരി. പിന്നീട് അവൾ പതിയെ ബിയറിൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. അടുത്ത നിമിഷം അവൻ്റെ മുഖത്തേക്ക് ശക്തിയായി ഛർദ്ദിച്ചു. ബിയർ വെറുപ്പോൾ പിന്നിലേക്ക് മാറി. എന്നാൽ അവൾ വീണ്ടും ഒരു കുഞ്ഞിനെ പോലെ ചോദിച്ചു, നിനക്കെന്നെ ഇഷ്ടമാണല്ലേ? എങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് വന്നിരുന്നോട്ടെ. ആ നിമിഷം ബിയർ മനസ്സിലാക്കി, നിക്കിയുടെ ശരീരത്തിൽ ജീവിക്കുന്നത് പ്രണയമില്ല, അതൊരു ഭ്രാന്താണ്. നിക്കിയുടെ മുഖത്ത് ഒരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. മറിച്ച് ഒരു കുഞ്ഞിനെ പോലെ അവൾ അവനെ നോക്കി ചിരിച്ചു. ബിയർ, ഞാൻ നിൻ്റെ അടുത്ത് വന്നിരുന്നോട്ടെ. ആ ചോദ്യത്തിന് പിന്നിൽ സ്നേഹമല്ല, ഭ്രാന്തമായ ഒരു ആശ്രയമായിരുന്നു. ബിയറിന് ഇനി അവളുടെ കണ്ണുകളിലേക്ക് നോക്കാൻ പോലും ധൈര്യമുണ്ടായിരുന്നില്ല. അവൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരേ ഒരു തീരുമാനം മാത്രം, ഇതെല്ലാം അവസാനിപ്പിക്കണം. നിക്കി, ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം, അവൻ എങ്ങനെയോ പറഞ്ഞു പിടിച്ചോ. എനിക്ക് സംശയത്തോടെ അവനെ നോക്കി. പക്ഷെ അവസാനം തലയാട്ടി, വേഗം വരണം. ബിയർ പതിയെ ബാത്റൂമിലേക്ക് നടന്നു. വാതിലടച്ചതും അവൻ ചുമരിൽ ചാരി നിന്നു. ശരീരം മുഴുവൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കണ്ണാടിയിൽ സ്വന്തം മുഖം കണ്ടപ്പോൾ അവനെ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ജീവിതം ഇങ്ങനെ തകർന്നു പോകുമെന്ന് അവൻ ഒരിക്കലും കരുതിയില്ല. പതിയെ അവൻ്റെ കണ്ണ് സിങ്കിൻ്റെ അരികിലുണ്ടായിരുന്ന പിസ്റ്റളിലേക്ക് വീണു. നിക്കിയുടെ കയ്യിലുണ്ടായിരുന്ന അതേ പിസ്റ്റൾ അവനത് കയ്യിലെടുത്തു. കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു.
ഫോൺ സംഭാഷണത്തിൽ കേട്ട വാക്കുകൾ വീണ്ടും മനസ്സിൽ മുഴങ്ങി. ആ വരം അവസാനിപ്പിക്കണമെങ്കിൽ ആ ആഗ്രഹം പറഞ്ഞാൽ മരിക്കണം. അതെ, താൻ മരിച്ചാൽ മാത്രം നിക്കി പഴയ നിക്കിയാകും. അതായിരുന്നു അവസാനത്തെ വഴി. ബിയർ പതിയെ പിസ്റ്റലിൻ്റെ വായ തൻ്റെ ബായ്ക്കുള്ളിലേക്ക് വെച്ചു. കണ്ണുകൾ അടച്ചു, വിരൽ ഡ്രഗിലേക്ക് അമർത്തി. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അത് അമർത്താനുള്ള ധൈര്യം വന്നില്ല. മരിക്കാൻ അവന് കഴിഞ്ഞില്ല. ജീവിക്കണമെന്ന ആഗ്രഹം അവസാന നിമിഷത്തിലും അവനെ തടഞ്ഞു. പിസ്റ്റൾ പതിയെ താഴെ വച്ച ശേഷം അവൻ്റെ കണ്ണ് മരുന്ന് കുപ്പിയിലേക്ക് പോയി. അതേ ഉറക്ക ഗുളികൾ. ഒരിക്കൽ തൻ്റെ പ്രിയപ്പെട്ട പൂച്ചകളുടെ ജീവനെടുത്ത അതേ ഗുളികൾ. ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൻ കുപ്പി തുറന്നു. ഒന്നിന് പിന്നാലെ ഒന്നായി കൈ നിറയെ ഗുളികൾ വായിലേക്ക് ഇട്ടു. വെള്ളം പോലും കുടിക്കാതെ എല്ലാം വിഴുങ്ങി. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അവൻ്റെ ശരീരം തളരാൻ തുടങ്ങി. ചുമരിൽ ചാരിയിരുന്ന് അവൻ പതിയെ നിലത്തേക്ക് ഊർന്നിരുന്നു. അതേസമയം ബാത്റൂമിന് പുറത്ത് നിക്ക് വാതിലിൽ മുട്ടാൻ തുടങ്ങി. ബിയർ, വാതിൽ തുറക്കൂ. ആദ്യം പതുക്കെ, പിന്നീട് ഉറക്കെ. ബിയർ, നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ദയവായി പുറത്തേക്ക് വാ. ആ കരച്ചിൽ, ആ നിലവിളി ബിയറിൻ്റെ ഹൃദയം കീറി മുറിക്കുകയായിരുന്നു. അത് കേട്ട നിമിഷം മരിക്കണമെന്ന തീരുമാനം പോലും അവനിൽ നിന്നകന്നുപോയി. അവൾ ഇങ്ങനെയാണെങ്കിലും എന്നെ സ്നേഹിക്കുന്നത് സത്യമാണ്. ആ ചിന്ത അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഉടൻ തന്നെ അവൻ വായിൽ വിരലിട്ട് ശക്തിയെ ഛർദ്ദിക്കാൻ ശ്രമിച്ചു. കഴിച്ച ഗുളികൾ കഴിയുന്നത്ര പുറത്തേക്ക് വന്നു. ജീവൻ രക്ഷിക്കാനുള്ള അവസാന ശ്രമമായിരുന്നു അത്. ഒടുവിൽ വളരെ പ്രയാസപ്പെട്ട് അവൻ ബാത്റൂമിന് വാതിൽ തുറന്നു. പുറത്ത് കരഞ്ഞു തളർന്ന് നിക്കി നിൽക്കുകയായിരുന്നു. ബിയറിനെ കണ്ടതും അവൾ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവളുടെ കൈകൾ അവനിൽ സ്പർശിക്കുന്നതിന് മുമ്പേ ബിയറിൻ്റെ ശരീരം തളർന്നു. വായിൽ നിന്ന് ഒരേയും പതിയും പുറത്തേക്ക് വരാൻ തുടങ്ങി. അവൻ നിലത്തേക്ക് കുഴഞ്ഞു വീണു. ആ കാഴ്ച കണ്ട് നിക്കി ആദ്യമായി ശരിക്കും തകർന്നു. ബിയർ, എഴുന്നേൽക്ക്, അവൾ അവനെ കുലുക്കി. പക്ഷേ ബിയർ പ്രതികരിച്ചില്ല. ആ നിമിഷം നിക്കിക്ക് മനസ്സിലായി, തൻ്റെ ലോകം, തൻ്റെ ശ്വാസം, തൻ്റെ എല്ലാം ഇപ്പോൾ മരിക്കുകയാണ്. അവൾ അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എഴുന്നേൽക്ക് ബിയറെ, എന്നെ വിട്ടു പോകരുത്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അവൾ വീണ്ടും വീണ്ടും അവനെ ഉണർത്താൻ ശ്രമിച്ചു. അവൻ്റെ കവിളിൽ തട്ടി നെഞ്ചിൽ തലവെച്ച് ഹൃദയമിടിപ്പ് കേൾക്കാൻ ശ്രമിച്ചു. പക്ഷേ ഓരോ നിമിഷവും ബിയറിൻ്റെ ശ്വാസം കൂടുതൽ ദുർബലമായി. അവസാനം ഒരു ദീർഘശ്വാസം എടുത്ത് അവൻ നിശ്ചലനായി. ബിയർ മരിച്ചു. അതേ നിമിഷം തന്നെ മുറിക്കുള്ളിൽ എന്തോ അദൃശ്യമായ ശക്തി അപ്രത്യക്ഷമായതുപോലെ തോന്നി. നിക്കിയുടെ മുഖം മാറാൻ തുടങ്ങി. ഇതുവരെ അവളുടെ കണ്ണുകളിൽ നിറഞ്ഞിരുന്ന ആ ഭ്രാന്ത് പതിയെ ഇല്ലാതായി. നിക്കിയുടെ അവിചിത്രമായ പുഞ്ചിരിയും അപ്രത്യക്ഷമായി. ഒരു നിമിഷം അവൾ ചുറ്റും നോക്കി. ഞാൻ എങ്ങനെ ഇവിടെ എത്തി? അവൾക്കൊന്നും മനസ്സിലായില്ല. അവളുടെ കയ്യിൽ കിടന്നിരുന്ന പിസ്റ്റൾ കണ്ടപ്പോൾ പോലും അവൾ ഞെട്ടിപ്പോയി. അത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. പിന്നീട് അവളുടെ കണ്ണുകൾ പതിയെ നിലത്ത് കിടന്ന ബിയറിലേക്ക് നീങ്ങി. അവനെ കണ്ട നിമിഷം അവളുടെ ഹൃദയം നിലച്ചു പോയതുപോലെ തോന്നി. ബിയർ അവളോട് ചെന്ന് അവൻ്റെ അരികിലിരുന്നു. അവൻ്റെ മുഖം കൈകളിലെടുത്തു. ബിയറെ, എന്തായത്? എഴുന്നേൽക്ക്. പക്ഷെ അവൻ്റെ ശരീരം തണുത്തുറഞ്ഞു തുടങ്ങിയിരുന്നു. അവൻ ഇനി ഒരിക്കലും തിരികെ വരില്ലെന്ന് ആ നിമിഷം നിക്കിക്ക് മനസ്സിലായി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ ബിയറിൻ്റെ നെഞ്ചിലേക്ക് വീണു. അപ്പോഴാണ് തൊട്ടടുത്തുള്ള കസേരയിൽ ഇരിക്കുന്ന മറ്റൊരു രൂപം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സാറയുടെ മൃതദേഹം ഭീകരമായി വികൃതമാക്കപ്പെട്ട അവസ്ഥയിൽ. ആ കാഴ്ച കണ്ട് എനിക്ക് ഭയം പിന്നിലേക്ക് നീങ്ങി. ഇതാരാണ് ചെയ്തത്? അവൾക്കൊന്നും ഓർമ്മയില്ല. സ്വന്തം കൈകളിലേക്കും രക്തം പുരണ്ട വസ്ത്രങ്ങളിലേക്കും അവൾ മാറി മാറി നോക്കി. അവളുടെ കണ്ണുകളിൽ ഭയം മാത്രം. അവൾ പതിയെ മനസ്സിലാക്കി, ഇതെല്ലാം ചെയ്തത് താൻ തന്നെയാണ്. പക്ഷേ എങ്ങനെ, എന്തിന്? ഒന്നിനും അവൾക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല. അവൾ വീണ്ടും ബിയറിൻ്റെ അരികിലേക്ക് വീണു. അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട് കരഞ്ഞു. ആ കരച്ചിൽ സ്നേഹമുണ്ടായിരുന്നു, പശ്ചാത്താപമുണ്ടായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ സഹായതയുണ്ടായിരുന്നു. ഇതിനിടയിൽ ബിയറിൻ്റെ ആഗ്രഹവും അവൻ ചോദിച്ച വരവും അവൻ്റെ മരണത്തോടെ പൂർണ്ണമായും അവസാനിച്ചിരുന്നു. വൺ വിഷ് വില്ലയുടെ ശക്തി ഇല്ലാതായി. പക്ഷേ അതിന് നൽകേണ്ടി വന്നുമില്ല. ഒരു ജീവൻ, ഒരു നിരപരാധിയുടെ ജീവിതം, ഒരു പ്രണയം, ഒരു സൗഹൃദം, എല്ലാം. അവസാനമായി ക്യാമറ പതിയെ പിന്നിലേക്ക് നീങ്ങുന്നു. തറയിൽ മരിച്ചു കിടക്കുന്ന ബിയർ, അവനെ കെട്ടിപ്പിടിച്ച് കരയുന്ന നിക്കി, തൊട്ടടുത്ത് സാറയുടെ ജീവനറ്റ ശരീരം. ഒരൊറ്റ ആഗ്രഹം, 3 ജീവിതങ്ങളെ തകർത്ത നിശബ്ദമായ മുറി. അങ്ങനെ ഹൃദയം നൽകുന്ന നിക്കിയുടെ കരച്ചിലോടെ ഒബ്സെഷൻ അവസാനിക്കുന്നു. ഈ സിനിമ പറയുന്നത് ഒരു പ്രണയകഥയല്ല. പ്രണയവും ഒബ്സെഷനും തമ്മിലുള്ള വളരെ നേർത്ത അതിർത്തിയെക്കുറിച്ചാണ്. സ്നേഹം ഒരാളെ സ്വതന്ത്രനാക്കും, പക്ഷേ ഒബ്സെഷൻ ഒരാളെ സ്വന്തമാക്കാൻ വേണ്ടി എല്ലാം നശിപ്പിക്കും. ബിയർ ആഗ്രഹിച്ചത് നിക്കി തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണമെന്നാണ്. ആ ആഗ്രഹം യാഥാർത്ഥ്യമായി. പക്ഷേ പ്രകൃതി നൽകുന്ന ഓരോ വരത്തിനും ഒരു വിലയുണ്ട്. ആ വില അവൻ സ്വന്തം ജീവൻ കൊണ്ടാണ് നൽകിയത്. അവസാനം അവൻ മരിച്ചു. നിക്കിക്ക് ബോധം തിരികെ കിട്ടി. പക്ഷേ അവനില്ലാത്ത ലോകത്തിൽ ആ ബോധത്തിന് യാതൊരു അർത്ഥവും ഉണ്ടായിരുന്നില്ല. അതാണ് ഒബ്സെഷൻ എന്ന സിനിമയുടെ ഏറ്റവും വേദനിപ്പിക്കുന്ന വശം. ഒരു കാര്യം മാത്രം ചോദിച്ചിട്ട് ഞാൻ ഈ കഥ അവസാനിപ്പിക്കാം. നിങ്ങൾ ശരിക്കും സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളെ വിട്ടുപോകുന്ന പേടിയുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ബന്ധിയാക്കാൻ ശ്രമിക്കുമോ, അതോ അവർക്കിഷ്ടമുള്ള ജീവൻ ജീവിക്കാൻ സമ്മതിക്കുമോ? കാരണം പ്രണയം ഒരിക്കലും ഒരാളെ സ്വന്തമാക്കുന്നതല്ല, അവരുടെ സന്തോഷം ആഗ്രഹിക്കുന്നതാണ് യഥാർത്ഥ പ്രണയം. ആ സ്വാതന്ത്ര്യം ഇല്ലാതാകുന്ന നിമിഷം
പ്രണയം അവസാനിക്കും. അവിടെ തുടങ്ങുന്നത് ഒബ്സെഷൻ ആണ്. ഒബ്സെഷൻ